ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി കാലിപ്പോ സ്റ്റോക്സ്. ഇന്ന് നമ്മുടെ കൂടെ മണവാളുണ്ട്, ഗുലാനുണ്ട്, ആൻഡ് ഇടക്കൊക്കെ നമ്മുടെ ഇതിൽ മുഖം കാണിക്കാൻ വേണ്ടി മാത്രം അവന്റെ മഹനീയ പ്രസൻസ് ഇവിടെ അർപ്പിച്ചുകൊണ്ട് ടിൻഡു മോനും വന്നിട്ടുണ്ട്. ടിൻഡു, എന്തുകൊണ്ടാ വിശേഷങ്ങൾ? കാലം കുറെ വളരെ കണ്ടിട്ട്. വളരെ ഐ മീൻ സുഖമായിരിക്കും. കാലം കുറെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇവിടൊക്കെ ആദ്യമായിട്ടാണ്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം guys. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി. അതെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് വിഷ്ണുവിന്റെ ജിയോ എത്തുമ്പോഴത്തേക്കും സമയം പിടിച്ച്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ബാംഗ്ലൂർ അല്ലേ? ഗുലാൻ, മണവാളൻ. ആടാ, കുറച്ചു കാലം നാട്ടിലായിരുന്നു, പക്ഷെ ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട്. അതെ, കുറച്ച് കഴിഞ്ഞാൽ ഗോവയിലെത്തും. അല്ലടാ ഗുലാനെ? എങ്ങനെയുണ്ട് ബാംഗ്ലൂര്? വേണ്ട വേണ്ട, അത് വേണ്ട. ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോ അന്ന് റെക്കോർഡ് ചെയ്യാനൊക്കെ വിചാരിച്ചാ, അപ്പൊ ഒരു സെറ്റായില്ല, വൈബായില്ല. നമ്മൾ ശരിക്കും റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് കൊറേ തവണ മിസ്സായി. അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. മുംബൈയില് ഇപ്പൊ റെക്കോർഡ് ഒരു മാസമായ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട്. ഒരു മാസത്തിൽ മുകളിലായല്ലോടാ. പോരാ, അതിനേക്കാളും കൂടുതലായി. ഇപ്പൊ AFC ചാമ്പ്യൻഷിപ്പ് തന്നെ ഒരു മാസമായി. നമ്മൾ കളി കാണാൻ പോയിട്ട് തന്നെ ഒരു മാസമായി. അതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യാറില്ലായിരുന്നു. ഐ മീൻ ട്രാൻസ്ഫർ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡല്ലേ ചെയ്തിട്ടുള്ളൂ. ട്രാൻസ്ഫർ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ചെയ്തിട്ടേ ഇല്ല. അതെ, നമ്മളെ എഡിറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തില്ല. നമ്മുടെ പുതിയ റീല് 150 ഇന്ന് നമുക്ക് 160 ആയടാ. 160K അടിക്കും. സായറിന്റെ കരവിരുതുകൾ ആ റീൽസിലുണ്ടല്ലോ, അപ്പൊ പിന്നെ അത് അടിക്കണല്ലോ. പിന്നെ ഞാനാണല്ലോ അതിലുള്ളത്, സ്വാഭാവികം. ബലിമൃഗം. ബലിമൃഗം ഗുലാനായിരുന്നു. അതില് ഗുലാനായിട്ട് എല്ലാം കൊണ്ടു കിട്ടി. അതിന്റെ ഇടക്കിട്ട് എനിക്ക് 2 കൊണ്ടു നിറയുന്നു കമന്റ് സെക്ഷനിൽ. അതെന്താ അറിയോ, ഞാനത് ഗുലാന് പണി കൊടുക്കണം വിചാരിച്ച എന്നെ ചെയ്ത വീഡിയോ ആണ്. ഗുലാന് മാത്രം അങ്ങനെ ആരും തെറി വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഒരു കുറവ് കണ്ടാന്ന് വിചാരിച്ച്. തെറിയൊന്നും കിട്ടില്ല. ആൾക്കാര് കുറച്ച് അതെ, നിനക്ക് സന്തോഷം കാണും. പച്ചക്ക് തന്നൊക്കെ തള്ളക്ക് വിളിച്ചോണ്ടിരുന്നാണ്. ഇപ്പൊ എത്രയെങ്കിലും ആയില്ലേ? അത്രയും തെറി കിട്ടണമെങ്കിൽ കാര്യമായിട്ട് നെയ്മർ ഫാൻസിനൊന്നും കണ്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലേടാ മണവാള? അതെ അതെ, കണ്ടാലും കുഴപ്പമില്ല. അവന് പരിക്ക് തന്നെ ആയിരുന്നില്ല അന്ന്. ഞാൻ നെഞ്ചു പിരിച്ചേക്കും. അതാണ് മണവാളിന്റെ പ്രഡിക്ഷന്റെ പവർ. അങ്ങനെയാണെങ്കിൽ ജിങ്സ് ഇതല്ലേ പറഞ്ഞ് തല്ലും. മറ്റേ കബഡി ശാസ്ത്രത്തിൽ 2024 പ്രഡിക്ഷൻസ് എന്താണ് വിഷ്ണു? ആർക്കെ? നെയ്മറെ കുറിച്ചാ? മറ്റേ ആ ഒരു ഇതില്ലേ, ആ കബഡി അടുത്തത് ഞാൻ 2023 വളരെ വളരെ നല്ല ഒരു കൊല്ലമായിരുന്നു. ഞാൻ മതിരി പ്രവചനങ്ങളും നിർത്തി. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് കുറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഉണ്ട്. ഗുലാനെ, ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്. നീയാണ് ഇന്നത്തെ ടോപ്പിക് ഇട്ട ആള്, നീ തന്നെ തുടങ്ങിക്കോ. ഇന്ന് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ്. ഐ മീൻ എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യം. കാരണം ഈ അടുത്തായിട്ട് ഗുലാനെ കുറച്ചുകൂടി ഒന്ന് മൈക്ക് അടുത്ത് പിടിക്കാമോ? ഇപ്പൊ കേൾക്കണ്ട? ഓക്കെ തുടങ്ങിക്കോ, ആദ്യം തുടങ്ങിക്കോ, നോക്കണ്ട. ഒരു മിനിറ്റ്. ആദ്യത്തെ ടോപ്പിക്കാണ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ്. ഈ അടുത്തായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും വളരെ മൊണോട്ടണസ് ആയിട്ട് മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഈ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ്. കാരണം അടുത്തായിട്ട് മാൻ സിറ്റിയുടെ ഡോമിനൻസ് അത്രയും അധികമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ടീംസ്, ഇപ്പോൾ ആർസണൽ, മേ ബി ലിവർപൂൾ ഒഴിച്ച് ബാക്കി ആരെയും നമുക്ക് ആ ഒരു ലെവലിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. എന്നുവെച്ചാൽ ടൈറ്റിൽ അടിക്കുന്നു, ടോപ്പ് 4 ഉണ്ട്, പക്ഷെ ഒരിക്കലും ടൈറ്റിൽ അടിക്കുന്നത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം. പക്ഷെ ഇത്തവണ കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പകുതി സീസൺ പോലും ആയിട്ടില്ല, എന്നാലും പല ടീംസും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ആസ്റ്റൺ വില്ലയാണ്. കാരണം ഉനായ് എമറി
എങ്ങനെയാണെന്നറിയോ, ലൈക്ക് കളി കാണി തന്നെ വേണം. ഉനായ് എമറിയുടെ ടാക്ടിക്സും അയാൾ ചൂസ് ചെയ്യുന്ന പ്ലെയേഴ്സും പൊസിഷനിങ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പ്ലെയർ ലിയോൺ ബെയ്ലി. ഐ തിങ്ക് ലിയോൺ ബെയ്ലിയുടെ ആ ഒരു ചേഞ്ച് ഇൻ ഫോം അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുമാത്രമല്ല, മെഗിൻ ആണെങ്കിലും ബാക്കിയുള്ള പല പ്ലെയേഴ്സും ഒരു രക്ഷയില്ല. വാട്കിൻസ് ഒബ്വിയസ്ലി ഇത്രയും കൺസിസ്റ്റന്റ് ആയ ഒരു കീ പ്ലെയർ അവർക്ക് കിട്ടി. സോ ഇതിലേറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സ്പേഴ്സ് നമ്മൾ കുറച്ചു കാലം മുമ്പ് സ്പേഴ്സ് ടോപ്പ് ഓഫ് ദ ലീഗ് ആയിരുന്നു, പക്ഷെ അവർക്ക് അടുപ്പിച്ച് കുറെ ലോസ് കാരണം ആ ഒരു കൺസിസ്റ്റൻസി അവർക്ക് കിട്ടിയില്ല. പരിക്കുകൾ കാരണം, പല പ്രശ്നങ്ങൾ കാരണം. പക്ഷെ മാഡിസന്റെ പരിക്ക് അവർക്ക് വലിയൊരു അടിയായിരുന്നു. മാഡിസൺ മാത്രമല്ല, കുറെ പേരുണ്ട് ഇഞ്ചുറി ആയിട്ട്. അതാണ് അവരുടെ മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നത്. ബേസിക്കലി അവരുടെ സെന്റർ ബാക്ക് പേര് രണ്ടുപേരും ഇഞ്ചുറി ആയി. എനിക്ക് തോന്നുന്ന റൊമേറോ, വാൻഡവൻ രണ്ടുപേരും പോയി. വാൻഡവൻ സസ്പെൻഷൻ പോയി. പിന്നെ ഐ തിങ്ക് റൊമേറോ ആയിരുന്നു അല്ലെ സസ്പെൻഷൻ. ആർക്കായിരുന്നു? എനിക്ക് തോന്നുന്നു റൊമേറോക്കാണ് സസ്പെൻഷൻ എന്ന് തോന്നുന്നു. റൊമേറോ ആയിരുന്നു, ശരിയാ. അപ്പൊ അത് കാരണം അവർക്ക് വലിയ പ്രശ്നമായിരുന്നു. കാരണം ഉഡോഗിയും പോയി. ഐ തിങ്ക് 3 പേരും പോയി ഡിഫൻസിൽ. ആകെ പോറോ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവര് ഡേവിസിന്, എറിക് ഡയറിനെയൊക്കെ കുറച്ച് നിർത്താൻ നോക്കി, പക്ഷെ എറിക് ഡയർ ഒന്നും ക്ലിക്കായില്ല. പിന്നെ ഡേവിസും എമർസൺ ആയിരുന്നു സെന്റർ ബാക്ക്. അത് കാരണം അവർക്ക് ഡിഫൻസ് ഭയങ്കര മോശമായി പോയി. പക്ഷെ ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, അവര് ഈ അടുത്ത് ഹോമിൽ പൊട്ടിച്ചിട്ടുള്ള എല്ലാ ടീമും അടിപൊളി ടീംസാണ്. ആർസണൽ, മാൻ സിറ്റി, ടോട്ടൻഹാമിനെ അവേ പോയിട്ട് വരെ തോൽപ്പിച്ചു. അപ്പോ അന്ന് ടോട്ടൻഹാം മോശമായിട്ട് ലൈക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഇരിക്കുന്ന ടൈം ആണെങ്കിലും സ്റ്റിൽ ആ ഒരു ഫോം അവർക്ക് നന്നായി കീപ്പ് ചെയ്യാൻ പറ്റി. കാരണം ഇനി വരാൻ പോകുന്ന കുറച്ചും കൂടെ റിലേറ്റീവ്ലി ഈസിയർ ഫിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ്റ്റൺ വില്ലയ്ക്ക് മുകളിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ആസ്റ്റൺ വില്ല ഹോമില് മാൻ സിറ്റിയെ തോൽപ്പിച്ചു എന്നുള്ളതിന് പകരം കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു ആ സിറ്റി സൈഡിന്റെ മുകളില് ആസ്റ്റൺ വില്ല. അതായത് ഉണായ് എമറി ടാക്ടിക്കലി ഔട്ട്ലാസ്റ്റ് പെപ് ഗോർഡിയോള. യു കൻ നോട്ട് നെവർ ഇമാജിൻ ദാറ്റ്. ലൈക്ക് ഒരു പെപ് ഗോർഡിയോള പോലുള്ള ഒരു ജീനിയസിനെ അങ്ങനെ ഒരു ടഫ് സിറ്റുവേഷനിൽ ഒരു മാനേജറിനെ, ഈവൻ ക്ലോപ്പ് ഇത്രയും പെപ് ഗോർഡിയോള തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലോപ്പാണ് ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ലൈക്ക് ടഫസ്റ്റ് ചാലഞ്ച് തന്നിട്ടുള്ള മാനേജർ. ബട്ട് അവന് പോലും ആ ഒരു ലെവൽ ഓഫ് ഡോമിനൻസ് പെപ് ഗോർഡിയോളയുടെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈവൻ ദ ലീഗ് വിന്നിങ് സീസൺ ആണെങ്കിലും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ആ കളിയിൽ ആസ്റ്റൺ വില്ല ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, സിറ്റി ഹാസ് പ്രോബ്ലംസ്, ബട്ട് സിറ്റി ഡെപ്ത് നോക്കി കഴിഞ്ഞാലും പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാലും അത് അവരിൽ നിന്ന് എക്സ്പെക്ടഡ് അല്ല. അപ്പൊ അതാണ് ആസ്റ്റൺ വില്ലയുടെ ആ വിന്നിങ്ങിനൊക്കെ ഒരു എക്സ്ട്രാ മോടി കൊടുക്കണം. സിറ്റിക്ക് മണ്ടത്തരം പറ്റിയത് ഗുണ്ടോഗാനും കാൻസലോ രണ്ടുപേരും പോയതാ. എനിക്ക് തോന്നുന്നു ഈവൻ കോവാച്ചിച്ചിനൊന്നും കൊണ്ടുവന്നിട്ട് അതൊരിക്കലും ഒരു റീപ്ലേസ്മെന്റ് ആവില്ല ഗുണ്ടോഗൻ. അത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്തു. കാരണം ഡെബ്രൂയിനി, റോഡ്രി രണ്ടും കീ പ്ലേയേഴ്സാണ്. രണ്ടുപേരും പോയതിനു ശേഷം എനിക്ക് തോന്നുന്നു മൊത്തം അറ്റാക്കിൽ ഒരു ഡൗൺഫോൾ ആണ് സിറ്റിക്ക് വന്ന്. ആർസണലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത് എനിക്ക് തോന്നുന്ന ഈ ടോപ്പ് 4 എല്ലാ ടീംസും എടുത്ത് നോക്കിയാൽ ഏറ്റവും നന്നായി അറ്റാക്ക് ചെയ്യുന്ന ടീംസ് ഇപ്പോ ഇവരൊക്കെയാണ്. ആസ്റ്റൺ വില്ലയും സ്പേഴ്സും ലിവർപൂളും ആർസണലും. പ്രത്യേകിച്ച് അവരുടെ എനിക്ക് ഇഷ്ടമായത് ആ ഫുൾ ബാക്ക് മോളിൽ കയറി വരുന്ന ഫുൾ ബാക്സ് രണ്ടുപേരും ബോക്സിന്റെ ഉള്ളിലൊക്കെയാണ്. ഞാൻ നോക്കുമ്പോ ബോക്സിന്റെ ഉള്ളിൽ ഉഡോഗി ഫോറോ ഒക്കെ, കുളിസെൽസിയൊക്കെ മിഡ്ഫീൽഡിൽ കുറച്ച് ബോക്സിന്റെ പുറത്തായിട്ടാണ് കളിക്കുന്നത്. ഇവരൊക്കെ ഉള്ളില്. അത് ഇൻവെർട്ടഡ് ഫുൾ ബാക്സ് ആയിട്ട് ഡയറക്റ്റ് പെപ്പിന്റെ ടാക്ടിക്സ് കോപ്പി അടിച്ച പോലെയാണ് അവനൊരു ഇന്റർവ്യൂല് വരെ പറഞ്ഞിട്ടുണ്ട്. ഐ ജസ്റ്റ് കോപ്പി പെപ്പ് എന്നൊക്കെ. പെപ്പിന്റെ ടാക്ടിക്സ് ആണല്ലോ. ചില സമയങ്ങളിൽ ക്യാൻസലൊക്കെ കളിച്ചിരുന്ന സമയത്ത് ക്യാൻസലൊക്കെ ഇങ്ങനെ ഡീപ്പായിട്ട് കയറി പോകും ഉള്ളിലേക്ക്. ലൈക്ക് ഒരു മിഡ്ഫീൽഡറെ പോലെ അറ്റാക്കിങ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ്? അശ്വന്ത് മണവാളൻ. ഈ വീക്കിലത്തെ ആക്ച്വലി ഗെയിംസ് തന്നെ ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ്. എവർട്ടൺ ന്യൂകാസലിനെ 3-0 പൊട്ടിക്കുന്നു. ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ്ലി ഡിസൈഡിങ് ഗെയിംസ് ആണല്ലോ ടൈറ്റിൽ റേസിന്. 3-0 എവർട്ടൺ കോമ്പറ്റീഷൻ, ആ പ്രീമിയർ ലീഗിന്റെ ആ ഒരു കോമ്പറ്റീഷൻ തിരിച്ചു വന്നതില് ശരിക്കും അടിപൊളിയാണ്. കാരണം ആ ഒരു മൊണോട്ടോണി പറഞ്ഞ പോലെ
ഈ ടൈറ്റിൽ റേസിൽ നമ്മൾ കുറച്ചാളായിട്ട് കാണാറില്ല. സോ ഇങ്ങനത്തെ ആസ്റ്റൺ വില്ല പോലുള്ള ടീംസ് കയറി വരുമ്പോ ശരിക്കും പ്രീമിയർ ലീഗിന്റെ ഭംഗി കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ ആ ഒരു. സോ ഈവൻ മറ്റേ നല്ല കാര്യം. ലൂട്ടണും അൺപ്രഡിക്റ്റബിൾ. ലൂട്ടണുമായിട്ട് ലൂട്ടൺ ടൗണുമായിട്ട് മറ്റേ ഇവര് 4-3 ജയിച്ചേ ആർസണല് 4-3. അതേപോലെ മാൻ സിറ്റി 2-1 അല്ലേ ജയിച്ചേ, ഒരു ഗോൾ ഡിഫറൻസിനൊക്കെ അല്ലേ ജയിക്കുന്നത്. ആരൊക്കെ പ്രതീക്ഷിച്ച ഒരു 5-0 അടിച്ച് പപ്പടാക്കി അങ്ങനെ ജയിക്കുന്ന വിചാരിച്ച ടീംസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞ് എടാ ഫുൾഹാം എന്താടാ, ഫുൾഹാം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ആരുമില്ല, മിട്രോവിച്ച് പോയതിനു ശേഷം മൂഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് full എന്ത് on ആണിപ്പോ. കളിയാ മോനെ ഫുൾഹാം. ഞാന് അറ്റാക്കിംഗ് ഒരു അടുപ്പിച്ച് രക്ഷയില്ല. 2 മാച്ച് അതുപോലെ ഫൈനൽ. ആ ഫൈനലിൽ എന്താ മണവാള? ലെനോന്റെ ഇതുണ്ട് കേട്ടോ. ലെനോ ഒരു ജാതി കീപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ. ഓ ശരിയാ. അയ്യോ എമി പിന്നെ മാർട്ടിൻസും ലിവർപൂളിന് എതിരെ കളിച്ച എന്താ ലാസ്റ്റ് 6 വെച്ചൊരു പേര് ഓവറിനാണോ? അല്ലടാ, ഒരു റോബിൻസൺ റോബിൻസൺ. റോബിൻസൺ ഫുൾ ബാക്ക്. റോബിൻസൺ. ഓ എന്റെ മോനെ എന്ത് കളിയാ ചെക്കൻ കളിക്കുന്നത്, ഒരു രക്ഷയില്ല. റോബിൻസൺ വില്യൻ റോബിൻസൺ പൊളിയായിരുന്നു. ഒക്കെ അടിപൊളിയാ ഉം. കളിക്കുന്നുണ്ട്. നമ്മള് തീരെ അതാണ് പ്രതീക്ഷിക്കാത്ത അതാണ്. ഇപ്രാവശ്യം ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ടീംസ് ചെയ്തേക്കുന്ന ഇൻ ടേംസ് ഓഫ് മാനേജേഴ്സ് ആണെങ്കിലും പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതാണെങ്കിലും ടോപ്പ് നോച്ച് ലെവനം ആയിരുന്നു പ്രീമിയർ ലീഗിന്റെ. നമ്മള് പല ആരെ ടീംസിനെ മാഞ്ചസ്റ്റർ ട്രാൻസ്ഫർ റേറ്റിംഗ് stuck കൊടുത്തപ്പോ ആയല്ലോ. സിയും ഡിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ബിഗർ പിക്ചർ നോക്കി 1-2-3 ടീംസ് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നല്ല ക്ലിക്ക് ആയിട്ടുണ്ട് പ്ലേയേഴ്സ് ഒക്കെ. അതാണ് ആ പ്രീമിയർ ലീഗിന് ഇപ്പോൾ യമുന, ഒരു നീ ടൈറ്റ് പോയിട്ടാ? കോമ്പറ്റീഷൻ. ടോപ്പ് ഓഫ് ദ ടേബിൾ ആണെങ്കിലും മിഡിലാണെങ്കിലും മോനെ, കിട്ടുന്നത്. അവന് യമന. പോയത് മനസ്സിലായ ബെസ്റ്റ്. ഇതിപ്പോ 99 ഈവൻ അപ്ലോഡിംഗ് ഒക്കെ മാറ്റി പറഞ്ഞു, ഇപ്പോഴും എനിക്ക് അപ്ലോഡ് ആവുണ്ടല്ലോ. എന്റെ അപ്ലോഡിങ് തന്നെയാ എന്റെ മാറിയിട്ടില്ല. 30% ഇവന്റെ മാത്രമായിരിക്കും ഇനി. അത് നന്നായി. അവൻ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ. ഓ എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോയോ? പറ്റില്ല, ആരാച്ചോ. എടാ ഇവനെ ചേർലേ ഇല്ലടാ. ആ ഇപ്പൊ വന്നു. എന്തുണ്ടായി? എന്തുണ്ടായി? ആശാൻ കവലപ്രസാദ് നീ തുടങ്ങി എവിടെ കുറെ പോയത്? കഴിഞ്ഞപ്പോ നിർത്ത്. ഇങ്ങനെ നിക്ക. എടാ എവിടെ വരെ കേട്ട എന്റെ കഥാപ്രസംഗം? എടാ നീ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോഴത്തെ ടീംസ് ട്രാൻസ്ഫർ മാർക്കറ്റ് എന്തോ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ നിർത്തി. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ നമ്മള് ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗ് ടീംസിന് ട്രാൻസ്ഫേഴ്സ് നോക്കി കഴിഞ്ഞാല് ഇവൻ അവരുടെ മാനേജർ കൊണ്ടുവരുന്നതാണെങ്കിലും അവരുടെ പ്ലേയേഴ്സ് കൊണ്ടുവരുന്നതാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഒക്കെ ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് പറയായിരുന്നു. 1-2-3 ടീംസ് ഇപ്പൊ ഷെഫീൽഡ് യുണൈറ്റഡ് പോലുള്ള ടീംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീംസിന്റെ ഒക്കെ ആ പ്ലേയേഴ്സും അവരുടെ സ്റ്റൈലും തമ്മിൽ ക്ലിക്ക് ആവുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ചെൽസി, പ്രീമിയർ ലീഗ് വോൾസ് നമ്മള് അവൻ പറഞ്ഞിട്ടില്ലടാ ചെൽസിന്ന്. അയ്യോ ചെൽസി ചെൽസി നീ എന്നല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ് ഗുലാൻ തന്നെയാണ് പറഞ്ഞത് 3 ഇയർ പ്രൊജക്ട് ആണെന്ന്. 3 ഇയർ പ്രൊജക്ട്, 3 ഇയറിൽ റെലഗേറ്റ് ആവുന്ന പ്രൊജക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 വർഷം മുമ്പ് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ പറഞ്ഞു. അത് കുഴപ്പമില്ല. എടാ ഒരു 3 വർഷം മുമ്പത്തെ ചെൽസി അറ്റ്ലീസ്റ്റ് എന്താ UCL അടിച്ചു, അങ്ങനെയുള്ള കുറെ UCL അടിച്ചു. ഓക്കെ അത് അല്ല, ചെൽസിക്ക് അതല്ല. ട്രോഫീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഞാൻ ഒരു ഒരു കാര്യം ബാഡ് പറയട്ടെ. സ്റ്റേറ്റ് ആണ്. എടാ ഞാൻ പറയാം കേക്ക്. ചെൽസിക്ക് ഇപ്പൊ ഈ അടുത്തായിട്ട് ഒപ്പനൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ടോപ്പ് 6 മനസ്സിലായോ? ഇപ്പൊ എവർട്ടനോ? ഇവരായി കളിച്ചു, സിറ്റി, ന്യൂ കാസിൽ, ഇവരൊക്കെ ആയിട്ടാ കളിച്ചത്. ടോപ്പ് 6 എവർട്ടനോ ടീംസ് കളിച്ചില്ലേ? ആയിട്ടാണ്. എവർട്ടൺ ഹോം ഏത് ടീമാണെങ്കിലും കഷ്ടമായിപ്പോ. എവർട്ടൺ നന്നായി കളിക്കുന്ന ടീമാ. അവർക്ക് ഡിഫെൻസീവ് ആയിട്ട് ആ ഒരു ഇത് വരാൻ ടൈം എടുത്തുന്നേ ഉള്ളൂ. ഇപ്പൊ നന്നായിട്ട് അവര് ഹോമിൽ കളിക്കുന്നുണ്ട്. ഇപ്പൊ ആസ്റ്റൺ വില്ല ഹോമിൽ ഏത് ടീമാ ബീറ്റ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ സീസണോ മറ്റേ ആർസണൽ ബീറ്റ് ചെയ്താ ആസ്റ്റൺ വില്ല. അതിന്റെ ഇനി point അടുത്ത പറ. ഗെയിം എടാ പോയിന്റ് എന്താന്ന് വെച്ചാ ചെൽസിക്ക് ഇനി വരാൻ പോകുന്നെല്ലാം റിലേറ്റീവ്ലി കുറച്ചും കൂടെ വീക്കർ ഒപ്പനൻസാ. എന്നുവെച്ചാൽ ചെൽസിനേക്കാളും വീക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഉള്ള ടോപ്പ് 6ന്റെ പുറത്താണ്. അപ്പോ അവർക്ക് ആ ഒരു ഫോം തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബട്ട് അവർക്ക് വരാൻ സാധ്യതയുണ്ട് മുകളില് ഇനി. തിരിച്ചു വരുന്നല്ല. ഇപ്പൊ നീ പറഞ്ഞു ന്യൂകാസിൽ സിറ്റി എന്നുള്ള പോലത്തെ ടീമിനായിട്ടാണ് ഇവർ കളിച്ചത്. ഈ ടീമിനായിട്ട് കളിച്ചിട്ട് കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ടീമാണ് ചെൽസി. അത് അവർ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എടാ റീബിൽഡ് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. നീ ഫസ്റ്റ് സീസൺ അങ്ങനെ റീബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ആ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സിറ്റി ആയിട്ട് അവർ നല്ല പെർഫോമൻസ് കാണിച്ചു. 4-3 അത് അവസാനം വരെ ഒരു ഫൈറ്റ് അവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ട് അവർക്ക്. അതാണ് എനിക്ക് ഇഷ്ടം. മനസ്സിലായി. ഇപ്പൊ മാൻ യുണൈറ്റഡ് ആണ് എനിക്ക് കുറച്ചും കൂടെ ദുരന്തമായി തോന്നുന്നു. കാരണം അവർക്ക് ഒരു എനർജി ഇല്ല. ഇവര് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. എല്ലാരും കൊത്തി നോക്കിയിരിക്കല്ലേ. അതാണെന്ന് തോന്നുന്നു നിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ടോപ്പിക്കും. ഫാൻസിന് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് ഓൾറെഡി വന്നു. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാൽ മാൻ യുണൈറ്റഡ് ആണോ ചെൽസി ആണോ എന്ന് ചോദിച്ചാൽ എന്നോട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ചെൽസി ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ. ടേബിളിലല്ലെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അവർക്ക് ലൈക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ട്. മാൻ യുണൈറ്റഡിലും 1-0 ആയിട്ടാണ് പല ടീംസിനുമായിട്ട് ലക്കി ആയിട്ട് ജയിക്കുന്നത്. മണവാളൻ ബീയിങ് എ മാൻ യുണൈറ്റഡ് ഫാൻ, ഹൗ വുഡ് യു റിയാക്ട് ടു ദിസ്? മണവാളം പറയട്ടെ. മാനേജർ ഓഫ് ദ മന്ത്, പ്ലെയർ ഓഫ് ദ മന്ത്, ഗോൾ ഓഫ് ദ മന്ത്. ഓ അതിനെ പറ്റി ഒന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. അതിനെന്താ മാനേജർ ഓഫ് ദ മന്ത് ടെൻ ഹാഗ്. മാനേജർ ഓഫ് ദ മന്ത് എന്ന് പറയുമ്പോ ഒരു ടീമിനെ 3 കളി ജയിപ്പിച്ച ആൾക്കാരെ കൊടുക്കുക. അത് 3 ക്ലീൻ ഷീറ്റ്. ഓക്കെ, ചെറിയ ടീംസ് ആയിരുന്നു. ബട്ട് ജയത്തിനെ ഏത് ടീമാണോ ഏതൊന്നും നോക്കില്ലല്ലോ. കളി 3 ആ നവംബറിലെ ജയിച്ചു, അതിന് കൊടുത്തു. പിന്നെ ഗോള് അത്ര മിക്കവാറും ഗോൾ ഓഫ് സീസൺ അതന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 3 നവംബറിലെ കളിയില് ഐ തിങ്ക് എല്ലാ കളിയും ലിവർപൂൾ ജയിച്ചിട്ടില്ലേ? ഐ തിങ്ക് സോ. എനിക്കൊന്ന് പക്ഷെ ക്ലീൻ ഷീറ്റ് എനിക്കൊന്ന് നോക്കണം. ബട്ട് ക്ലീൻ ഷീറ്റ് ഉണ്ടാവില്ല എങ്കിൽ കൂടി ആ ക്ലീൻ ഷീറ്റിനാണ് ഇവന് കൊടുത്ത് മഗ്യുവറിന്. അത് പക്ഷെ സ്റ്റാറ്റ്സ് നോക്കിയിട്ടില്ല കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ. എടാ ഇത് നീ ഇത്ര ഒന്നും പറയണ്ട. ഗ്ലേസസ് നല്ല പൈസ ഇറക്കിണ്ടെന്നു പറഞ്ഞാൽ മതി. പിന്നെ ആരൊക്കെയാണ് നീ പറയണ്ടേ മാനേജർ ഓഫ് ദ മന്ത് കൊടുക്കുന്നത്? മാനേജർ ഓഫ് ദ മന്ത് എന്റെ അഭിപ്രായത്തിൽ ക്ലോപ്പിന് കൊടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ക്ലോപ്പാ? ലിവർപൂൾ എത്ര കളി കഴിഞ്ഞ നവംബറിലെ ഒരു ഡ്രോ ഉണ്ടായിരുന്നില്ലേ? ഡ്രോ ഉണ്ടായിരുന്നു ലൂട്ടനായിട്ട്. ആ സിറ്റിയുടെ ഡ്രോ ആവണ മോശം എത്തിയാടില് ലൂട്ടൺ ഞാൻ സമ്മതിച്ചുതരാം. എടാ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും ഗോൾസ് കൺസീഡ് ചെയ്തിട്ട് ഇവർക്ക് എങ്ങനെ ഇത്രയും ക്ലീൻ ഷീറ്റ്? അപ്പൊ അതെന്തോ തെറ്റില്ലേ? നമുക്ക് ഡിഫൻസ് കളിക്കണ കാണുമ്പോ എനിക്ക് പൊളിയണം നല്ല പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിനക്കൊരു സംഭവിച്ചിരുന്നില്ല, മോസ്റ്റ് ക്ലീൻ ഷീറ്റ്, മോസ്റ്റ് ഗോൾ സ്കോർ. എടാ ഭാഗ്യം എന്താ അറിയോ? കിട്ടാൻ കാരണം എന്താ അറിയോ? ഇവര് കളിച്ചിരിക്കുന്ന പ്രീമിയർ ലീഗ് മാച്ചസ് നോക്കിട്ടാ. ഫുൾഹാം 1-0, ലൂട്ടൺ ടൗൺ 1-0, എവർട്ടൺ 3-0. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മോളിക്ക് പോ. ഒന്ന് ഒക്ടോബർ 29 പോയി കഴിഞ്ഞാൽ മാൻസിറ്റി 3-0 തോൽവി. ഇതേ നവംബറിന് 2-ാം തീയതി EFL കപ്പിൽ 3-0 ന്യൂകാസിനായിട്ടുള്ള തോൽവി. അപ്പൊ ഞാന് അതുപോലെ തന്നെ അതേ മന്തിൽ കോപ്പൻഹാഗനായിട്ടുള്ള 4-3 ഡിഫീറ്റ് ഇൻ യുഎഫ. അതേ നവംബർ മന്ത് നമ്മളൊരു മിനിറ്റ്. എടാ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഈ നമ്മളൊരു ഫുട്ബോൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാകുമ്പോ ഓക്കെ ഇവിടെ നല്ല കൊട്ട്, അവിടെ നല്ല കൊട്ടി, ഇവിടെ നല്ല കൊട്ട്, പറഞ്ഞ പോലെ ഭാഗ്യത്തിന് ഒരു ഗോൾ അടിച്ച് ജയിച്ചിട്ടുണ്ട്. അല്ല എനിക്ക് സങ്കടം അവരുടെ റിസൾട്ടും കൂടി അല്ലടാ. റിസൾട്ട് ഒക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പെർഫോമൻസ് കാണുമ്പോ സങ്കടം വരുന്നുണ്ട്. പൂറായിട്ട് വരണേ ഇപ്പൊ അതൊക്കെ. പക്ഷെ റിസൾട്ട്സ് ഉണ്ട്. ഇനി ആ ഒരു സ്പിരിറ്റിൽ കളിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ. ഇപ്പൊ ഫോം ഔട്ട് ആവണമെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ഫോം ഔട്ട് ആവാം.
ചെൽസിക്ക് ആക്ച്വലി ഒരു സ്പിരിറ്റ് ഉണ്ട് പ്ലേയേഴ്സ് കളി കാണാൻ. കളിക്കാനുള്ള റാഷ്ഫോർഡൊന്നും കാലിബറും ചത്താലും പ്രസ് പൊട്ടൻഷ്യലും ഉണ്ട്. ചെയ്യുന്നില്ല. ഒന്ന് റാഷ്ഫോർഡൊന്നും പ്രസ്സേ ചെയ്യുന്നില്ലടാ. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴേ അതെങ്ങനെ അവൻ പണ്ട് പിന്നെയൊക്കെ കുറച്ചും കൂടെ പ്രസ് ചെയ്യായിരുന്നു. ഇപ്പൊ ഒരു എനർജി ഇല്ലാത്ത പോലെ, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പിന്നെ പോലെ. അത് ഫോർവേഡ്സ് മാനേജറിന്റെ നല്ല കുഴപ്പമാണോ? ഫിനിഷേഴ്സ് ആരും ഇല്ല ഇപ്പൊ. ഫോർവേഡ് ഫിനിഷ് ചെയ്യാൻ നല്ല പ്ലേയേഴ്സ് ഇല്ല. ആകെ കൂടി റാഷ്ഫോർഡ് ഒന്നും ഫോം ഇല്ല, പക്ഷേ മാർഷൽ അല്ല. യുസിഎല്ലിലെ എല്ലാ കളിയിലും അവൻ ഗോൾ അടിച്ചല്ലോ. ഹോയ്ലൻഡ് യുഎഫ്എയിലെ ടോപ്പ് സ്കോറർ അവനല്ലേ? അത് UCL അല്ലേ? ഹോയിലൻഡാ? അതാണ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാത്തത്. അതില് എടാ ഇതെന്ത് എല്ലാ പറയുമ്പോ കളി പറഞ്ഞാലും കാണുമ്പോ ഗോളൊക്കെ അടിക്കുന്നുണ്ട്. UCL ആണെങ്കിലും ഗോൾ ആ. അടിക്കുന്നുണ്ട്, നന്നായി കളിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ടേബിളിൽ ഇപ്പോഴും ഫോർത്താണ്. പ്രീമിയർ ലീഗ് നോക്കിയാല് ക്ലീൻ ഷീറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ കളി കാണുമ്പോ ഒന്നും തോന്നില്ല. എനിക്ക് അതാ മനസ്സിലായത്. ആകെ മൊത്തം എനിക്ക് കൺഫ്യൂഷനായി. എനിക്ക് ഈ ടീം And എന്ത് the ചെയ്യണം thing മനസ്സിലായി. is, I think they are just 3 points away from Man City. അതാണ്. അതാണ്. അപ്പൊ അവരെന്തോ അല്ല, രീതിയിൽ അത് efficient പണ്ടായിരുന്നു. ആണ്. ഇപ്പൊ 6 പക്ഷെ points ഉണ്ട് എങ്കിൽ കൂടി. ഇപ്പൊ അതൊരു ഗെയിം കുറവുണ്ടായിരുന്നപ്പോളാ. അത് കുഴപ്പമില്ല, അത് പാടെ. ഇത് കുറച്ച് ടൈം എടുക്കും. എന്താ പറയാ, റിസൾട്ട് എടാ ഞാൻ ചോദിക്കട്ടെ, ആസ് എ മാൻ യുണൈറ്റഡ് ഫാൻ, നീ ഇപ്പോ മാൻ യുണൈറ്റഡിന്റെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എന്ത് ചേഞ്ചസ് കാണാനാണ് നീ ആഗ്രഹിക്കുക? അല്ലെങ്കിൽ നീ എന്ത് ചേഞ്ചസ് കൊണ്ടുവരും? പൊസിഷൻ എന്ന് പറയുമ്പോ മാനേജർ പൊസിഷനോ? മാനേജർ പൊസിഷൻ അല്ല, നീ അതിന്റെ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എന്ത് ഡിസിഷൻ എടുക്കാനുള്ള അവസരം നിനക്കുണ്ട് വിചാരിച്ചോ? നീ എന്തൊക്കെ ചെയ്യും മാഞ്ചസ്റ്റർ റീബിൽഡ് ചെയ്യാൻ വേണ്ടി? രാജിവെച്ചിട്ട് പോകും. അങ്ങനെ വെച്ചാ ഓടാ. മെയിൻ ആയിട്ട് ആ ഒരു ഞാൻ എവിടുന്ന് തുടങ്ങും പറയട്ടെ. പ്ലേയിങ് സ്റ്റൈല്. നീ പറഞ്ഞു. എടാ ഞാനാണെങ്കിൽ നീ പറഞ്ഞോ. കിച്ചണിന് തൊട്ട് തുടങ്ങും. കിച്ചൺ, ജിമ്മ്. ഇപ്പോഴും മറ്റേ ഇയാള് റൊണാൾഡോ ഫാൻ സാഫ് ഇവൻ ഉണ്ടായിരുന്ന റൊണാൾഡോ സമയത്തുള്ള അതേ ഫെസിലിറ്റീസാ. ആദ്യം അതൊക്കെ ഒന്ന് മാറ്റണം. മര്യാദക്ക് പുതിയ ടെക്നിക്സ് ഉള്ള, ലൈക്ക് പുതിയ ട്രെയിനിങ് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജിമ്മും ഇതൊക്കെ കൊണ്ടുവരണം. അപ്പൊ ക്വാളിറ്റി കൂടുള്ളൂ, അല്ലെങ്കിൽ ഡിസിപ്ലിൻ വരില്ല. പ്ലേയേഴ്സിന് ഡിസിപ്ലിൻ ഇല്ലാത്ത പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്. മാനേജറിനെ മാറ്റിട്ട് കാര്യമില്ല. ജിമ്മിന്റെ നീ പറഞ്ഞ പോലെ പ്ലേ സ്റ്റൈൽ മാറ്റണം. പക്ഷെ എല്ലാം പ്ലേ സ്റ്റൈൽ ഇതെല്ലാം മാറ്റണമെങ്കിൽ factors ഒന്നുകിൽ ആണ്. മാനേജറിനെ മാറ്റണം, അല്ലെങ്കിൽ മാനേജറിന്റെ ചിന്താഗതി മാറ്റണം. ഇത് അതല്ലേ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളൂ. അഗ്രസീവ്നെസ്സും ഇല്ല, ഡ്രസ്സിംഗ് spirit റൂമിലും ഇല്ല. മാറണം. മണവളം പറ. ഒന്നാമത് ഇവര് ഓരോ ടീം വരുമ്പോ ഒരു പ്ലേയിങ് സ്റ്റൈൽ മാറുന്നുണ്ട്. ഇപ്പൊ ബിഗ് ഗെയിംസ് വരുമ്പോ അത്യാവശ്യം പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല കോർഡിനേഷൻ ഉണ്ട്, വരാറുണ്ട്. പക്ഷെ ഇപ്പൊ മോശം ടീം വരുമ്പോ അതേപടി താഴത്തോട്ട് ഒരു എനർജി ഇല്ലാത്തൊരു സ്പിരിറ്റ് ഇല്ലാത്ത ഗെയിമിലേക്കും പോകും. അതേ പ്ലേയേഴ്സ് തന്നെയാണ്. ചിലപ്പോ നല്ല ടീം വരുമ്പോ ചിലപ്പോ പൊട്ടിക്കാനുള്ള കാലിബർ ഉണ്ട്. അതേ അടുത്ത കളി ചിലപ്പോ മോശം ടീമിനൊപ്പം തോൽക്കാനുള്ള ചാൻസും ഉണ്ട്. അതാണ് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഇപ്പൊ ടീമിന്. ആ ഒരു കൺസിസ്റ്റൻസി എല്ലാ പ്ലേയേഴ്സിനും ഇല്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിനക്കൊരു ഇപ്പോ റീപ്ലേസ് ചെയ്യാനുള്ള പ്ലെയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നീ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന്ന് ആരൊക്കെ പുറത്താക്കും? ഇഫ് യു ആർ ഞാന് allowed to. ആക്ച്വലി സാൻജോ നല്ലൊരു സൈനിങ് ആയിരുന്നു. മിക്കവാറും ആന്റണീനെയും മാർഷലിനെയും ചിലപ്പോൾ മാറ്റും, അല്ലെങ്കിൽ കുറച്ച് കളി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ എന്താ പറയാ, നല്ലൊരു റൈറ്റ് വിങ്ങറിനെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. എടാ അതല്ലാതെ തന്നെ ആന്റണി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എടാ പക്ഷെ ഒരു പ്ലെയറിനോ അല്ലെങ്കിൽ രണ്ട് പ്ലെയറിനെ മാറ്റിയ മാത്രം കഴിയില്ല. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു ഡിസിപ്ലിനും മൈൻഡ് സെറ്റും ബിൽഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ മാനേജറിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ മൊത്തം ആ ഒരു ഫെസിലിറ്റീസിന്റെ ഇതിന്റെ ആയിരിക്കാം. ഇനി എല്ലാരോടുള്ള ചോദ്യം, ഗുലാൻ ചോദിച്ച ചോദ്യം, പൊച്ചട്ടീനോ ആണോ ടെൻഹാഗാണോ ആദ്യം സാക്കാവുക? എനിക്ക് ടെന്നാക്കാൻ തോന്നുന്നു. അത് പൊച്ചട്ടീനായിരിക്കും. പക്ഷെ അവനെ ടെന്നാഗിനെ സാക്ക് ചെയ്യോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ടെന്നാഗിനെ സാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ റിസൾട്ട്സ് ഉണ്ടല്ലോ. പക്ഷെ കണ്ടീഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നേ ടെന്നാഗൻ. അല്ല, രണ്ടുപേരെയും ലോങ് ടേം പ്രൊജക്ഷന് കൊണ്ടുവന്ന മാനേജറാണ്. എനിക്ക് തോന്നുന്നു രണ്ടുപേരെയും സാക്ക് ചെയ്യില്ല ഈ സീസൺ. ടെൻഹാഗിന്റെ ഫസ്റ്റ് അങ്ങനെ സീസൺ ആവുകയാണെങ്കിൽ ടെൻഹാഗിനെ ആവാനേ ചാൻസ് ഉള്ളൂ. എന്താണ് ഗുലാൻ?
അല്ലടാ രണ്ടുപേരെയും ലോങ് ടേം പ്രൊജക്ട്സിന് കൊണ്ടുവന്ന ലൈക്ക് ഈ പൊച്ചത്തീനോ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, ഹി ഡസൻ ഹാവ് ഗുഡ് പ്ലേയേഴ്സ്, ട്രാൻസ്ഫർ ഇനിയും ബെറ്റർ ആക്കണം എന്ന്. ഇപ്പൊ ഉള്ളതല്ലാണ്ട് അപ്പോൾ അതങ്ങനെ കോൺഫിഡൻ്റ് ആയി പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് ആക്ച്വലി ഓണേഴ്സ് സപ്പോർട്ട് ചെയ്തു അതിന്. ക്ലബ്ബ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം പോച്ചറ്റീനോനെ ആ ഒരു ലോങ് ടേം പ്രൊജക്റ്റിന് വേണ്ടി കൊണ്ടുവന്ന മാനേജർ, അല്ലാണ്ട് വെറുതെ ലൈക്ക് ഒരു റിസൾട്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മാനേജർ അല്ല, ആ ഒരു റീബിൽഡിങ് പ്രോസസ്സിന് വേണ്ടി. അപ്പൊ എനിക്ക് തോന്നുന്നില്ല പോച്ചറ്റീനോ അടുത്തൊന്നും സാക്കാവുന്നു, അല്ലെങ്കിൽ റെലിഗേറ്റ് ഒക്കെ ആവണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സാക്കാവും. ഈ നിൽക്കുന്ന പോസ്റ്റിൽ ചെൽസി ഫിനിഷ് ചെയ്താൽ അവനെ സാക്കില്ല. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അവനെ സാക്കി. ഓക്കെ, അപ്പൊ ടെൻഹാഗിനെ സാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇല്ല, എനിക്ക് രണ്ടുപേരും ചെയ്യില്ല എന്ന് തോന്നുന്നു. ടെൻഹാഗിനെ ലോങ് ടേം കൊണ്ടുവന്നല്ലേ മണവാള, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ, അവര് പറഞ്ഞല്ലോ. ടെൻഹാഗ് ഈ പറഞ്ഞ ടെൻഹാഗ് ഫസ്റ്റ് സീസൺ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്താ പറയാ, സിറ്റി ആയിട്ട് 6 പോയിന്റിലെ വ്യത്യാസമുള്ളൂ. ടോപ്പ് 6 തന്നെയല്ലേ ഇപ്പോഴും. സോ ഇപ്പോഴും ഇത്രയും കളിച്ച ഗെയിംസിൽ വെച്ചിട്ട് സ്റ്റാർട്സിൽ മാനേജർ സ്റ്റാർട്സ് ഫോർ മാൻ യുണൈറ്റഡിന്റെ അത് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിൻ പെർസെന്റേജ് ഇതുവരെ ഉള്ള കളിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിൻ പെർസെന്റേജ് ഉള്ള മാനേജർ ടെൻഹാഗ് ആണ്. അത് സർപ്രൈസിങ് ആവാം, ബട്ട് അതാണ് സത്യം. ആൻഡ് എനിക്ക് തോന്നുന്നു ആസ് എ മാനേജർ നല്ല തന്നെ ചെയ്തിരിക്കണം. എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡെഹേനെ പുറത്താക്കിയതും പിന്നെ ക്രിസ്ത്യാനോനെ പുറത്താക്കിയതും ഒക്കെ ആണെങ്കിൽ ലൈക്ക് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാ തോന്നി. എനിക്ക് മനസ്സിലാവുന്നില്ല അവരെ ഇപ്പോഴും പറയുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ സെല് ചെയ്യാൻ പോകുന്ന പ്ലേയേഴ്സ് ആരൊക്കെയാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. കസമീറോ, വരാൻ, പിന്നെ ഈവൻ എന്താ വേറൊരു പ്ലെയറും കൂടെ. ഇവരെ 3 പേരെ, സാൻജോ ഇവരെ 3 പേരെയാണ് സെല് ചെയ്യാൻ പോകുന്നത്. സാൻജോ എനിക്ക് മനസ്സിലാവും, കാരണം സാൻജോ ലേസി ആറ്റിറ്റ്യൂഡും അതൊക്കെ കാരണമാണ് പ്രശ്നമായി. പക്ഷെ വരാൻ എന്തിനാ, ലൈക്ക് വരാൻ ഇഞ്ചുറി പ്രോൺ ആണ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബെഞ്ചിലെങ്കിലും നല്ല സെന്റർ ബാക്ക്. വരാന്റെ പ്രശ്നം എന്തെന്നറിയോ? വരാനെ പുറത്തു നോക്കുന്നത് ഡെഹേനെ പുറത്താക്കിയ സെയിം റീസൺ കൊണ്ടാണ്. വരാനിപ്പോ ജോൺ ഇവാൻസിനെങ്ങാട്ടി താഴത്താണ് അവരുടെ പ്രയോറിറ്റി ഓർഡറിലുള്ളത് ഡിഫൻസിൽ. നോക്കണം, ഒരു 4-5 വർഷം മുമ്പ് റിയൽ മാഡ്രിഡിന്റെ കൂടെ 2-3 ചാമ്പ്യൻസ് ലീഗ് അടിച്ച ആളാണ് ഇത് ഇതാക്കുന്നത്. കാരണം റിയൽ മാഡ്രിഡിന്റെ സിസ്റ്റം അല്ല ഇപ്പൊ ടെൻഹാഗ് കളിക്കുന്ന സിസ്റ്റം. ടെൻഹാഗ് കളിക്കുന്ന സിസ്റ്റത്തിൽ ബാക്കിൽ നിന്ന് ബോൾ ക്യാരി ചെയ്തിട്ട് വരണം. അതുകൊണ്ടാണ് ഒരു ബോളിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പറെ നോക്കിയത്. അതാണ് ഒനാന. അതുപോലെ ഈ വരാനൊരു പ്രശ്നമുള്ളത്, വരാനൊരു ബോൾ ക്യാരിങ് ഡിഫൻഡർ അല്ല. അതാണ് ടോപ്പ് നോച്ച് ഡിഫൻഡർ ആണ്, ബട്ട് ഹിസ് നോട്ട് എ ബോൾ ക്യാരിങ് ഡിഫൻഡർ. ഈ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പോലത്തെ ആ ഒരു ബോളിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല വരാന്റെ. അതാണ് ഒരു മെയിൻ റീസൺ. അതാണ് ഹാരി മഗ്വയറിനെയും ജോണി വാൻസിനും ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നെ. സോ അതാ സ്റ്റൈലിന്റെ ആണ്. ആയിരിക്കും. എന്തായാലും അതാണ് പ്രീമിയർ ലീഗിന്റെ എന്റെ അഭിപ്രായത്തിൽ ഫിനിഷ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ഫിനിഷ് ചെയ്യുന്ന തോന്നുന്നു. രണ്ടുപേരും ചെയ്യും. മാറ്റുകയാണെങ്കിൽ അടുത്ത സീസണിന് ഇനി മാറ്റുള്ളൂ എന്റെ അഭിപ്രായത്തിൽ. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന അടുത്തത് നമ്മളെ അണ്ണനെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇവിടെ. അണ്ണനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനും തന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്റെ ലാപ്ടോപ്പിൽ കീബോർഡ് മാത്രം വർക്കാവില്ലടാ, ബാക്കി എല്ലാം വർക്കാവും. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും അണ്ണൻ അങ്ങ് തകർക്കുവാണ്. പോർച്ചുഗലിന് വേണ്ടി സടപടയെന്നാണ് ഗോൾസ്. അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ കാര്യം പിന്നെ പറയണ്ട, അസിസ്റ്റിലും ടോപ്പ്, ഗോൾസിലും ടോപ്പ്, ഒന്നും പറയാനില്ല. അണ്ണനൊരു ഗോൾ ആളിനെ വരെ പൊട്ടിച്ച് ലോങ് റേഞ്ച് ചിപ്പ് ഷോട്ട്. പിന്നെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഹെഡർ അടിക്കണം, ലോങ് റേഞ്ച് അടിക്കണം.
ഫ്രീ കിക്ക് അടിക്കണോ? ഉണ്ണി കൊണ്ട് തന്നെ എടാ അടിച്ചിട്ടുണ്ട് ഓക്കെ അവൻ കളിക്കുന്നത് സൗദി പ്രോ ലീഗിലാണ്. മേ ബി അത്ര ടോപ്പ് നോച്ച് ലീഗ് ആയിരിക്കില്ല. ബട്ട് അറ്റ് 38 years old ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാന്ന് ബട്ട് പറയുകയാണെങ്കിൽ അതും ഈ സൗദി ലീഗിൽ വേറെ നല്ല പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവർക്കും ടോപ്പ് ആവായിരുന്നല്ലോ. മഹരസ് ഉണ്ട്, ആ അത് ശരിയാ. ബ്രോവിച്ച് അവരെ ഉണ്ട്, അതെ ബെൻസെമയുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ. അതിന് മനയുണ്ട്. സല്യൂട്ട് അടിക്കാൻ വേണം പുള്ളിനെ. കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ വേറെ ആരും ഇല്ലടാ ആ ലെവലില്, സമ്മതിക്കന്നെ വേണം. 38 വയസ്സിൽ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഹിസ്റ്ററിക്കാരുണ്ടാവുന്നു. എടാ എടാ, ഇതില് ടിൻഡു മെസ്സി ഫാൻ അല്ലേ? ടിൻഡുനോട് സീരിയസ് ആയിട്ടൊരു ചോദ്യം, എങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം. 38-ാം വയസ്സിൽ മെസ്സി ഇങ്ങനെ കളിക്കുമോ? കളിക്കുകയാണെങ്കിൽ കളിക്കുമോ, അല്ലെങ്കിൽ കളിച്ച ഈ ലെവലിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് അശ്വന്ത് സീനോട് ചോദിക്കാനുള്ളത്. എനക്കത് തോന്നില്ല മെസ്സി ഈ ഒരു ലെവലിൽ ഇനി കളിക്കും തോന്നില്ല. ബിക്കോസ് മേ ബി മെന്റാലിറ്റി കൊണ്ടായിരിക്കും. ഓൾറെഡി എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു മെന്റാലിറ്റി വന്നെന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി. അതുകൊണ്ട് അതുകൊണ്ട് എല്ലാരും തലക്കടിക്കണ്ട് ഇപ്പൊ. he doesn't care എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ MLS-ലോ ഗുണ്ട മെസ്സിന്ന് അമേരിക്കയിൽ വിളിക്കണേ. അവൻ പറയട്ടെ. സോറി അതന്നെ, ഇപ്പം ഓൾറെഡി എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞല്ലോ. വേൾഡ് കപ്പ് കിട്ടി, ഒന്നും അച്ചീവ് ചെയ്യാൻ ബാക്കിയില്ല. ആ ഒരു മെന്റാലിറ്റി എത്തിയോണ്ട് ഇനി ഒന്നും പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബെസ്റ്റ് ലെവലിൽ എപ്പോഴും മെനക്കെട്ട് കളിക്കുമോ എന്നുള്ളത് എനിക്കും ഒരു ഡൗട്ടാണ് ആക്ച്വലി. ആ ഒരു സ്റ്റാറ്റസ് ഓൾറെഡി ഉണ്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഓൾറെഡി വന്നു. അതുകൊണ്ട് തന്നെ 38 years എന്തോ എന്താ അതിന് നിങ്ങൾ പാടായി. അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ സമ്മതിക്കും. അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്, അറിയില്ല. ബട്ട് ഹീ സ്റ്റിൽ ബെസ്റ്റ് ഇൻ MLS ബെസ്റ്റ് ആണ്. അവിടെ അത്ര എഫേർട്ട് ആവശ്യമുള്ളൂ. കുണ്ടി ബാക്കി ലീഗിൽ കളിക്കുന്ന അത്ര ഒരു ഗോൾ അടിച്ചതിനാണ് പ്ലെയർ ഓഫ് ദ സീസൺ. ടോപ്പ് സ്കോറർ അല്ലേ MLS? ലീഗിലല്ല, മറ്റേ പ്ലെയറിലെ മറ്റേ ഇവരുടെ MLS-ലൊന്നല്ല അത്. കപ്പിലായിരുന്നു. MLS-ൽ ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ. MLS-ലെ ടോപ്പ് 5 ലിസ്റ്റിൽ അവന്റെ പേര് പോലും ഇല്ല. അത് അടുത്ത സീസൺ ആകുമ്പോൾ കാണാം എന്താ അവസ്ഥ. അടുത്ത സീസൺ സുവാറസ് ഒക്കെ വരുന്നുണ്ട് എന്നാ പറയുന്നത്, കൂട്ടുകാരായിട്ട് കളിക്കാൻ. അവന് സുവാറസ് നെയ്മറൊക്കെ വേണം കുറച്ച് ഗോൾ അടിക്കണമെങ്കിൽ. അതെ. അയ്യോ മണവാളം കിട്ടിയൊന്നും പോരാ, കിട്ടും മെസ്സി ഫാൻസിൽ എടുത്ത്. എന്നിട്ടും വേറെ ഏതോ ടീമാണ് MLS കപ്പ് ഇപ്പൊ ജയിച്ചത്. LA ഗാലക്സിനെ പൊട്ടിച്ച് വേറെ ഏതോ ടീമാ ജയിച്ച് ഇന്നലെ MLS-ന്റെ കപ്പ്. കളിക്കുന്നില്ലല്ലോ ഇപ്പോ. നീയല്ലേ ഇപ്പൊ പറഞ്ഞ കപ്പ്? ഇവനെന്തൊക്കെയാ പറയുന്നത്? അപ്പൊ മെസ്സി എന്താ കാട്ടണിപ്പോ? ടിൻഡു, അമ്മോ മെസ്സി എന്താ കാട്ടണിപ്പോ? എടാ ടൈം സോൺ മാറി ഞാനിപ്പോ അതേ കുറിച്ച് അധികം എനിക്കും അറിയില്ല. പറഞ്ഞ പോലെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് റൊണാൾഡോ ന്യൂസിലൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. മെസ്സിനെ ഒരു വിവരമില്ല ഇപ്പൊ, സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. റൊണാൾഡോന്റെ ഏറ്റവും വലിയ വിജയം എന്താ അറിയോ? മണി പോലെ പെനാൽറ്റി കിട്ടിയിട്ടും അങ്ങ് വേണ്ടാന്ന് പറഞ്ഞു. അത് പെനാൽറ്റി അല്ലാന്നങ്ങ് പറഞ്ഞു. അതോടെ ഉണ്ടല്ലോ ആ ക്ലബിലത്തെ ഫാൻസ് വരെ അവനെ പ്രൈസ് ചെയ്യാൻ തുടങ്ങി. അറിയോ, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വരെ റൊണാൾഡോനെ പറ്റിയായിരുന്നു ചാൻസ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ 35+ വയസ്സുള്ള റൊണാൾഡോ ആണ്. കുറച്ച് വർഷം മുമ്പത്തെ റൊണാൾഡോ ചിലപ്പോ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു റൊണാൾഡോവും മെസ്സിയും പേഴ്സണാലിറ്റി ഇന്റർചേഞ്ച് ചെയ്യുന്ന ഒരു ഡൗട്ട് ഉണ്ട്. എടാ മെസ്സി ഇന്നലെ പറഞ്ഞ കാര്യം എന്താ അറിയോ? ആ സെലിബ്രേഷൻ ഇല്ലേ, ഈ സാധനം, അത് ചെയ്ത ഉടനെ റിഗ്രറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. കാരണം നെതർലാൻഡ്സിന് വേണമെങ്കിൽ ടൈ ചെയ്യായിരുന്നു അല്ലോ എന്ന്. മനസ്സിലായോ? നെതർലാൻഡ്സിന് വേണമെങ്കിൽ ടൈ ചെയ്യായിരുന്നു. ടൈ എന്ന് പറഞ്ഞാ ലൈക് ഡ്രോ ചെയ്യാന്ന്. മനസ്സിലായോ? അപ്പൊ ആ സെലിബ്രേഷൻ ചെയ്തത് അൺനെസസറി ആയിരുന്നു. ഇപ്പോഴാണ് മെസ്സിയുടെ തനിനിറം ബാഴ്സലോണയെ വേണം വെച്ച് റിജക്ട് ചെയ്തതാ. പൊട്ട ക്ലബ്ബിലൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ സെലിബ്രേഷൻ കളി കണ്ടില്ലേ?
അതെ, കളി കഴിഞ്ഞിട്ടല്ലേ ചെയ്തത്. ഏ ആ ആ ആ സെലിബ്രേഷൻ എടാ അല്ല പെനാൽറ്റി വാൻഗാലിനെ കളിയാക്കിയിട്ടല്ലേ അവൻ ചെയ്ത ഇങ്ങനെ. അത് പെനാൽറ്റി ഷൂട്ടൗട്ടിന് ആദ്യം ശേഷം അല്ല, കളിച്ചിട്ടുണ്ട് ഓർമ്മ. കളി കഴിഞ്ഞതിന് ശേഷം. എന്റെ കെമിര ഓർമ്മയിൽ അത് വാവോ, ഇടയിലായിരുന്നു. കെമിര വാവോ, ഈ സാധനം കളി കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തത് സെലിബ്രേഷൻ. ആണാ? ഓക്കെ ഓക്കെ. എന്തായാലും അവന് എന്തോ റിഗ്രറ്റ് ചെയ്തു അത് പറഞ്ഞു. കളി എനിക്ക് കഴിഞ്ഞിട്ട് തോന്നുന്നു മറ്റേ സെലിബ്രേഷൻ നെതർലാൻഡ് മീഡിയ എനിക്കറിയില്ല. നെതർലാൻഡ് മാനേജേഴ്സും മീഡിയേഴ്സും ഇതായിരിക്കും. പിന്നെ കെമിര കൊറേ പോകുമ്പോൾ താത്തി ഇതാക്കിയത്. അതിനെ ഇതാക്കിയിട്ടാണ് ഇങ്ങനെ ഇതെന്നാണ് എടാ അന്ന് നിങ്ങൾ പറയുന്നത്. വേറൊരു കോമഡി കേട്ടോ. ഈ മെസ്സിയുടെ റൊണാൾഡോയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഒരു വീഡിയോ കണ്ടാ. ഗൗതം ഗംഭീറിന്റെ അടുത്തേ മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗതം ഗംഭീർ പറയണേ നെയ്തർ ഐ വുഡ് പിക്ക് റാഷ്ഫോർഡ്. എന്താ അതെന്താ അങ്ങനെ? എടാ അങ്ങനെ പുള്ളി Sarcastic പറഞ്ഞു, ആയിട്ടാണോ? അങ്ങനെ പുള്ളി പറഞ്ഞു. അല്ല സീരിയസ്. അറിവില്ലായ്മ കൊണ്ടാണോ? അതാ ഞാൻ ചോദിച്ചത്. മാന്യുഫാനായിരിക്കടാ. അയ്യോ എടാ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഞെട്ടി റാഷ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോ. ശരിക്കും കേട്ടോട്ടാ. ഐ തിങ്ക് ഐ വുഡ് ഗോ ഫോർ റാഷ്ഫോർഡ്. അതാണ് അവൻ പറഞ്ഞത്. മെസ്സി റൊണാൾഡോ എന്ന് ചോദിച്ചപ്പോ ഐ തിങ്ക് ഐ വുഡ് ഗോ ഫോർ റാഷ്ഫോർഡ്. അത് അങ്ങനെ ഒരു സാധനം. അയ്യോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ടോപ്പ് സ്കോറർ എന്തായാലും അണ്ണനായിരിക്കും ഓഫ് ഓൾ ലീഗ്സ്. ഓൾറെഡി 50 എണ്ണായി. ഓഫ് ഓൾ ലീഗ്സ് അല്ല ഓഫ് ഓൾ Already 50 എണ്ണക്കായി? ഓൾ ദ ഇയർ. പിന്നെ അല്ല 50ആയി. ഇന്നലെ 50ാമത്തെ ആയിരുന്നു. 50 എണ്ണക്കായോ? ആടാ ഇന്നലത്തെ ആയിരുന്നു 50ാമത്തെ ഗോൾ. ഈ കൊല്ലത്തെയോ? ഈ കപ്പിലെ. കൊല്ലത്തെ 2023 അല്ലേ? 2023 അല്ലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളാ. ഹാളൻഡിന് വരെ 49 ഉള്ളൂ. എംബാപ്പെ ഒക്കെ 49. അത്രേ ഉള്ളൂ. അവിടെ ബാലൻഡിയോർ നോമിനേഷന് പോവാൻ ചാൻസ് ഉണ്ടോ? സൗദി ലീഗ് എന്നായോണ്ട്. ബാലൻഡിയോറോ? അതൊന്നും ഇല്ലടാ. അത്രക്കില്ലടാ. ഉണ്ടമ്പടി നോമിനേഷൻ ആണ് പോകുന്നത്. അത് മെസ്സി ഒന്ന് MLS ഓടിയാ മതി. അപ്പൊ ബാലൻഡിയോർ നോമിനേഷൻ കിട്ടും. അതെ. അല്ല അത് ഞാൻ എർലിംഗ് ഹാലൻഡ് ചോദിച്ചില്ല. വേറെ ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ടിൻഡു ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം. നിനക്ക് തോന്നുന്നുണ്ടോ മെസ്സി അത് ഡിസേർവ് ചെയ്തു ബാലൻഡിയോർ? മോദ്രിച്ചിന് ഡിസേർവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് മെസ്സിക്ക് ഡിസേർവ് ചെയ്തൂടാ? ഓ അങ്ങനെ. അപ്പൊ മോദ്രിച്ചിന് ഡിസേർവ് ചെയ്യാത്ത ബാലൻഡിയോർ ആയിരുന്നു അത് പറ. മോദ്രിച്ചിന് ആ കൊല്ലം ഗ്രീസ്മാൻ അല്ലേ ഡിസേർവിംഗ് മോർ? ഐ വുഡ് സേ ഗ്രീസ്മാൻ. അപ്പൊ ഇതും ഡിസേർവ് ചെയ്യുന്നില്ല അല്ലേ? ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയാ. നീ എന്നാ പറ, ആരാ ഡിസേർവ് ചെയ്യുന്നത്? ഹാളൻഡാ? വേൾഡ് കപ്പിനെ എപ്പോഴും ഒരു വെയിറ്റേജ് ഉണ്ടാവല്ലോടാ. ഒന്നുമില്ല. ഗോൾഡൻ ബൂട്ട് ആണെങ്കിൽ ഞാൻ പറയട്ടെ, വേൾഡ് കപ്പിനാണ് വെയിറ്റേജ് എങ്കിൽ എന്തുകൊണ്ട് ഇനിയസ്റ്റയോ അല്ലെങ്കിൽ ചാവിയോ അവരാരും അടിച്ചില്ല? അന്ന് മെസ്സിക്കാണല്ലോ കൊടുത്ത്. അന്ന് മെസ്സി വേൾഡ് കപ്പ് അടിച്ചിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു ഇനിയസ്റ്റയും ചാവിയൊന്നും അത്ര ബാഴ്സലോണയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇനിയസ്റ്റ് കുറച്ച് അസിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാഴ്സലോണയില്. സ്പെയിനില് കളിച്ചതും ആ സീസൺ ഏറ്റവും കൂടുതൽ ഓവർ പെർഫോം ചെയ്ത ഏറ്റവും പെർഫോമൻസ് ആ സീസൺ മെസ്സിക്ക് സ്റ്റാറ്റ്സ് കുറവായിരുന്നു. ആ സീസൺ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UCL എല്ലാം ചേർത്തിട്ട് യൂറോപ്പ് മൊത്തം നോക്കിയപ്പോ സ്നൈഡർ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് പ്ലെയർ എല്ലാ സ്റ്റാറ്റ്സിലും. പക്ഷെ ഫൈനലെത്തിയില്ല. ഐ മീൻ കപ്പടിച്ചില്ല. ഫൈനൽ എത്തി പൊട്ടി. സ്പെയിന് ജയിച്ചു. ഗോൾ അടിച്ച ഇനിയസ്റ്റയാ വിന്നിംഗ് ഗോൾ. ഇന്ന് എംബാപ്പെ വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എംബാപ്പയ്ക്ക് കൊടുക്കോ? വേൾഡ് കപ്പില് നോക്കുകയാണെങ്കിൽ ഇനിയസ്റ്റ ആ ഒരു വിന്നിംഗ് ഗോൾ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. സ്പെയിൻ അന്ന് ജയിച്ചത് 1-2 1-0 ആയിരുന്നു. അത് നീ കളി കണ്ടിട്ടില്ല ഇനിയസ്റ്റയുടെ. ഗോളില് മാത്രല്ല കാര്യം, മനസ്സിലായോ? ഈ മെസ്സിക്ക് കൊടുത്തത് ഗോളിൽ മാത്രല്ല കാര്യം. ഗോളിൽ മാത്രമാണ് കാര്യം എംബാപ്പയ്ക്ക് കൊടുക്കാം. കിട്ടിയത് മെസ്സി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു. മെസ്സി ഇനിയസ്റ്റക്ക് എന്തെന്ന് കിട്ടിയിരുന്നു ആ വേൾഡ് കപ്പില്? ഇനിയസ്റ്റ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു. ഇനിയസ്റ്റ
ഇത് 14 അല്ല 10. 10 ആ, 10 അന്ന് ആരായിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എനിക്ക് ഓർമ്മയില്ല. ഓ 10 എനിക്ക് തോന്നുന്നു യുസിഎൽ മറ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവനായിരുന്നു ബാഴ്സലോണ. ഉറുഗ്വേയുടെ ഫോർലാനോ ഫോർലാൻ അത് ബോട്ട് ഫോർലാൻ ആയിരുന്നു. ഗോൾഡൻ എനിക്ക് തോന്നുന്നു അതേതാ മുള്ളറായിരുന്നു ഒന്ന് എനിക്ക് ഓർമ്മയില്ല. പ്ലെയർ എന്ന് തോന്നുന്നു. അല്ല മുള്ളർ 14 അല്ലേ? ആരോ ആയിരുന്നു ആ ഗോൾഡൻ ബോള്. ഇനിയസ്റ്റ എന്റെ ഓർമ്മയിൽ അത്ര തിളങ്ങിയിരുന്നില്ല. ആ ഒരു വിന്നിംഗ് ഗോൾ എടാ മാത്രമേ വെസ്ലി വേൾഡ് സ്നൈഡർ കപ്പിൽ ആണ്. ഐ കളിച്ചിരുന്നത്. മീൻ ഫോർലാൻ ആ ഫോർലാൻ ഡേവിഡ് വിയ 23%, സെക്കൻഡ് ഡേവിഡ് വെസ്ലി വിയ സ്നൈഡർ, ചാവിക്കായിരുന്നു. തേർഡ് ഡേവിഡ് വി ആണ്. വിയ ഡിയേഗോ ആയിരുന്നു. ഫോർലാൻ ആയിരുന്നു അല്ലേ? ആ ഫോർലാൻ ശരിയാ. 10 ഗോൾ എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്റെ അഭിപ്രായത്തില് അന്ന് ഏറ്റവും നന്നായി കളിച്ചിരുന്ന ഐ മീൻ സ്റ്റാറ്റ്സ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെസ്ലി സ്നൈഡറിനായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി അവന് കൊടുത്തില്ല, കാരണം അവനൊന്നും വിൻ ചെയ്തില്ല. പിന്നെ വേൾഡ് കപ്പ് അതേ അടിച്ചതില് സ്റ്റാറ്റ്സിന്റെയും നീ സ്നൈഡറിന് ശ്രദ്ധിക്കേണ്ട വേറെ സാധനമുണ്ട്. ക്ലബ് സ്റ്റാറ്റ്സ് മെസ്സിനെ കാട്ടി മുകളില് കപ്പും മെസ്സിക്കൊപ്പം അവന്റെ ആ ടീംമേറ്റ് നെയ്മർ 2015 കിട്ടിയില്ല. എങ്ങനെ ആ അത് ശരിയാ, ഞാൻ 15 പറയണത് ശരിയാ. ഈ കൊല്ലത്തെ കേട്ടാ. 15 നെയ്മർ കളിച്ചത്? 2015 നെയ്മറിന് 15 കിട്ടിയില്ല. 2015 നെയ്മറിന്റെ എന്താ സ്റ്റാറ്റ്സ് ഏതാന്ന് പറഞ്ഞ? മെസ്സിനെക്കാട്ടും കൂടുതൽ പറഞ്ഞ നീ ഏതാ? നെയ്മറിന്റെ സ്റ്റാറ്റ്സ് എല്ലാത്തിലും കോപ്പ അമേരിക്ക മെസ്സി ഐ തിങ്ക് അന്ന് ഇഞ്ചുറി പ്രോബ്ലം ഉണ്ടായിരുന്നു മെസ്സിക്ക് എന്ന് തോന്നുന്നു. ഇഞ്ചുറി ആയി പോയപ്പോ നെയ്മറാണ് ക്ലബ് കളിച്ചത്. ക്ലബില് ബാഴ്സലോണയെ മുന്നോട്ട് കൊണ്ടുപോയ നെയ്മറിന്റെ ഒരു സാന്നിധ്യമായിരുന്നു. അന്ന് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഒബ്വിയസ്ലി മെസ്സിനെ കാട്ടി കൂടുതലായിരുന്നു നെയ്മറിന്. ബട്ട് സ്റ്റിൽ അവന് കിട്ടിയിട്ടില്ല. ഇന്റർനാഷണൽ ആൻഡ് ഇത് കേക്ക്, വിന്നിംഗ് ഗോൾ UCL വിന്നിംഗ് ഗോൾ അടിച്ച അന്ന് നെയ്മറാ. നോക്കട്ടെ ഞാൻ സ്റ്റാറ്റ്സ് 2015 നിങ്ങൾ അവസാനം അടിച്ച കപ്പ്. അതിലേക്ക് ഗോൾ അടിച്ച ആരാന്ന് നോക്ക് ഫൈനലില്. അതിൽ നെയ്മർ പക്ഷെ തേർഡ് ആയിരുന്നില്ലേ? റൊണാൾഡോ ആയിരുന്നല്ലോ സെക്കൻഡ്. പക്ഷെ എന്നിട്ട് നെയ്മർ തേർഡ് ആയിരിക്കില്ല, സെക്കൻഡ് ആണ് വരുന്നത്. നെയ്മർ തേർഡ്. ഇതാണ് ഈ ബാലൻഡോറിന്റെ പ്രശ്നം. ഇത് നമ്മൾ വെറുതെ ഡിബേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. മെസ്സി എങ്ങനെ ഫസ്റ്റ് വന്നു? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. മെസ്സിക്ക് 44-22 ഉണ്ടല്ലോ. 44 ഗോൾസ് 22 അസിസ്റ്റ്. നെയ്മർ 41 ഗോൾ 12 അസിസ്റ്റ്. നെയ്മറിനോ? 41-12. അങ്ങനെയാണ്. 2015 സുവാറസിനായിരുന്നു പിന്നെയും നെയ്മറിനെക്കാട്ട് സ്റ്റാറ്റ്സ്. റൊണാൾഡോക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾസ്, 46 ഗോൾസ് 15 അസിസ്റ്റ്. പക്ഷെ മെസ്സിക്ക് 44 ഗോൾസും 22 അസിസ്റ്റും. Maybe I'm wrong. I don't know. അങ്ങനെ ഇതിലങ്ങനെ കാണിക്കണേ. നീ ഏത് സൈറ്റിലാണ് നോക്കുന്നത്? പിന്നെ എന്തായാലും ഒരു ഇതായിട്ടുള്ളത് മോഡ്രിച്ചിനാണ്. പക്ഷെ മോഡ്രിച്ചിന്റെ ഇത് പറഞ്ഞ പോലെ വേൾഡ് കപ്പിന്റെ വെയിറ്റേജ് ഉണ്ട്. ആ ഒരു ഫാക്ടർ സ്പോർട്സ് അവന് കൂടുതൽ കിട്ടാനുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല. ഞാൻ പറയട്ടെ എന്താ നടന്നത്. മോഡ്രിച്ചിന് കിട്ടിയൊക്കെ ഇവൻ കളിച്ചതാണ്. മോഡ്രിച്ചിന് കിട്ടിയൊക്കെ പാപ്പ പെരസ് കളിച്ചതാ. അതെ റൊണാൾഡോ അവനോട് പോണ കാരണം അതൊക്കെ ശരിയാ. റൊണാൾഡോ പോയോണ്ട് അവന്റെ വോട്ടൊക്കെ മോദ്രിച്ചിന് കൊടുത്തു. അത്ര എന്നാലും ഗ്രീസ്മാന് കൊടുക്കായിരുന്നല്ലോ. റൊണാൾഡോന് കിട്ടണ്ട. ബെസ്റ്റ് എന്ന് തോന്നുന്നു ആ സീസൺ. യൂറോയിലും അടിപൊളിയായിരുന്നു. ഇവിടെ ഗ്രീസ്മാന്റെ ആരാടെ മാഡ്രിഡ് നിന്ന് വോട്ട് ചെയ്യാ? ഏത് കൊല്ലം? 18 2018 ഗ്രീസ്മാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോമിലായിരുന്നു. 18 ഗ്രീസ്മാൻ റൊണാൾഡോ ആയിരുന്നു ടോപ്പ് ഫോം നോക്കി കഴിഞ്ഞാല്. അതന്നെ റൊണാൾഡോ ക്ലബിലെ റൊണാൾഡോന്റെ അടുത്ത് പോലും ട്രബിൾ അടിച്ച് നിൽക്കാണ് എല്ലാ ടോപ്പ് സ്കോർ. വേൾഡ് കപ്പ് അടിച്ചല്ലോ. ഈ 2022 എനിക്ക് മെസ്സിക്ക് അത്ര ഡിസേർവിംഗ് അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ വേൾഡ് കപ്പിൽ നല്ല കളിയായിരുന്നു, ഗോൾഡൻ ബോൾ കിട്ടിയ പ്ലെയർ ആണ്. പിന്നെ ക്ലബിലും അത്യാവശ്യം നല്ല കളി തന്നെയായിരുന്നു. ഹാലൻഡ് സ്റ്റാറ്റ്സിൽ കൂടുതലായിരിക്കാം, പക്ഷെ ഇന്റർനാഷണൽ അവനൊന്നും ഇല്ലല്ലോ കാണിക്കാനായിട്ട്. വെറുതെ കപ്പടിക്കുക മാത്രമായിരുന്നില്ല വേൾഡ് കപ്പ്. മെസ്സി ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. സോ അത് അത്ര ഡിസേർവിംഗ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. അതോടെ നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് ക്ലോസ് ചെയ്യാം.
മോ സലാഹിനെ പറ്റി നമ്മൾ തീരെ സംസാരിക്കാറില്ല. നമ്മൾ മാത്രമല്ല, പൊതുവെ എനിക്ക് തോന്നുന്നു മീഡിയ ആണെങ്കിലും ന്യൂസിലാണെങ്കിലും അങ്ങനെ തിളങ്ങി കാണാറില്ല ഈ അടുത്ത് വരെ. മോ സാല ഹാസ് ക്രോസ്ഡ് ദ 200 ഗോൾ മാർക്ക് ഫോർ ലിവർപൂൾ. അങ്ങനെ ഒരു ഇലൈറ്റ് ക്ലബ്, ടോപ്പ് 10 ഗോൾ സ്കോറേഴ്സ് ഓഫ് ഓൾ ടൈം ഇൻ പ്രീമിയർ ലീഗ്, ആ ഒരു ക്ലബിലാണ് മോ സാല ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ഏറ്റവും അതിശയിക്കേണ്ട ഒരു കാര്യം, അതിൽ വിങ്ങറായിട്ട് മോ സാല മാത്രമേ ഉള്ളൂ അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേറെ ആരും ഇല്ല അല്ലേ? വിങ്ങേഴ്സ് ആരും ഇല്ലല്ലോ, ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. എല്ലാവരും ഇല്ല, കൂടുതൽ അതില് സ്ട്രൈക്കേഴ്സ് ആണ്. അതെ ഫൗളർ, മൈക്കിൾ കെയ്നും ഓവൻ ഇതൊക്കെ സ്ട്രൈക്കേഴ്സ് ആണ്. കെയ്നൊക്കെ അഗ്വേറോ, ഉണ്ട്. കെയ്ന്, എല്ലാവരും റോബിൻ. പിന്നെ സ്ട്രൈക്കേഴ്സ്. ഷിറർ, എല്ലാവരും സ്ട്രൈക്കേഴ്സ് ആണ് ഒരുവിധം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്കെ സ്ട്രൈക്കേഴ്സ് ആണ്. തിയറി ഓൺറിയും സ്ട്രൈക്കറായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കളിച്ചത്. തിയറി ഹെൻറി വിങ്ങർ ഫ്രാങ്ക് നിൽക്കാറുണ്ട്, ലാംബേർഡ് പക്ഷെ മാത്രമേ സ്ട്രൈക്കറാണ്. സെന്റർ ഫോർവേഡ് അറ്റാക്കിംഗ് മിഡ് ഉള്ളൂ അല്ലേ? ഫ്രാങ്ക് ലാംബേർഡ് മാത്രം. ആക്ച്വലി ഫ്രാങ്ക് സലാന്റെ ലാംബേർഡ് തന്നെ കാര്യം ഫ്രാങ്ക് ഗോൾ ലംബാർഡ് ഉണ്ടോ ആ ലിസ്റ്റില്? ഉണ്ട്. ഫ്രാങ്ക് ലംബാർഡ് ആ ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. ഫ്രാങ്ക് ലാംബേർഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. 170 എന്തോ ഉണ്ട്. ഇക്കൊല്ലവും ഗ്രീസ്മാൻ ആക്ച്വലി ഭയങ്കര ഔട്ട് പെർഫോമിംഗ് ആണ്. എന്തോ 3 ഗോൾസ് എങ്ങാറ്റും കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ടോപ്പ് സ്കോറർ ആവാൻ. പക്ഷെ ഗ്രീസ്മാന്റെ പേരൊന്നും എവിടെയും ഇല്ല. അതായില്ലേ ഓൾറെഡി? 3 ഗോൾസ് ആയിട്ടില്ല അല്ലേ എങ്ങാട്ടായിരുന്നു അത്? ഞാൻ കേട്ടെ. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ടോപ്പ് സ്കോറർ ആവാൻ. പക്ഷെ എവിടെയും ഗ്രീസ്മാന്റെ പേര് ആ. കാണാനും കൂടി അത്രക്കും അത് ശരിയാ. ഗ്രീസ്മാന് സലയൊക്കെ പിന്നെ കേൾക്കാനുണ്ട്. പൊളി കളിയാ ഗ്രീസ്മാനും. പക്ഷെ ഗ്രീസ്മാൻ എന്റെ ചോദ്യം അതൊന്നുമല്ല. ഓൾറൗണ്ട് പ്ലെയർ. അത്ലറ്റിക്കോയിലൊന്നും എന്റെ അധികം ചോദ്യം spotlight എന്താന്ന് കിട്ടില്ല, വെച്ചാൽ അതാണ് പ്രശ്നം. അത്ലറ്റിക്കോ, ശരിയാ. അത്ലറ്റിക്കോന് ഒരു പ്രശ്നമുണ്ട്. അവര് ഭയങ്കര എപ്പോഴും അവർ അണ്ടർ റേറ്റഡാ കുറച്ച് ഭയങ്കര underrated കാലമായിട്ട്. ടീമാണ്. അവരുടെ കോച്ച് അതിനേക്കാളും അണ്ടർ റേറ്റഡാ. പക്ഷെ പക്ഷെ എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ചോദ്യം കേക്ക്. ഡു യു തിങ്ക് സല ഈസ് നൗ ദ അൺഡിസ്പ്യൂട്ടഡ് ബെസ്റ്റ് ഈ ചോദിക്ക്. വിങ്ങർ ഇൻ ദ പ്രീമിയർ ലീഗ് ഓഫ് ഓൾ ടൈം? പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് വിങ്ങർ നമ്മൾ കണ്ടതിൽ വെച്ച് ഇൻ ദ ഹിസ്റ്ററി ആണോ അല്ലേ? വാട്ട് ഡു യു തിങ്ക്? മണവാളം പറ. ഫോർ മീ മണവാളനാണ് പറയേണ്ടത്. ബൈ ഫാർ ഞാന് കണ്ടതിൽ വെച്ച് എന്റെ സലയാണ്. കാരണം അതിന് മുമ്പുള്ള പ്ലേയേഴ്സിനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്റെ കണ്ടിൽ വെച്ച് ഞാൻ കാണുമ്പോഴൊക്കെ നല്ല കൺസിസ്റ്റന്റ് ആണ് സല. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സീസണിലാവും 31-32 എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാരും ഒരു വൺ ടൈം വണ്ടർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം റൊണാൾഡോ അവൻ ലാസ്റ്റ് സീസണിലാണ് 33 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്, അല്ല 31 എന്തോ. സോ പക്ഷെ ഇവൻ ഏകദേശം എല്ലാ സീസണിലും 20+ ഗോൾ അടിച്ചിട്ടുണ്ട്, പ്ലസ് അസിസ്റ്റ്. സോ അത് വിങ്ങറായിട്ട്. അപ്പോ വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയർ ആണ് ഇപ്പോഴുള്ള കളിക്കുന്നതിൽ. സോ എന്റെ രീതിയിൽ ഇവൻ തന്നെയാണ് ഇപ്പൊ ബെസ്റ്റ് വിങ്ങർ. പിന്നെ രമണം പറയാൻ വരും. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നീ ടോപ്പ് സ്കോറേഴ്സിന്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫുൾ സ്ട്രൈക്കേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഒരു സ്റ്റൈൽ നോക്കുക നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റീസൺ നമുക്ക് മനസ്സിലാവും. കാരണം ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിൽ അവര് പെട്ടെന്ന് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇതാണ്, പെട്ടെന്ന് സ്ട്രൈക്കറിലേക്ക് കൊടുക്കാനുള്ള ഒരു സൈക്കോളജിയാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ ഉണ്ടാവുക. അതിപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ലോങ് ബോൾ കൊടുത്ത് എത്രയും പെട്ടെന്ന് സ്ട്രൈക്കറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രൈക്കറിന് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ സിസ്റ്റത്തിൽ സ്ട്രൈക്കറിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എന്താ പറയുക, ഇപ്പം നീ നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ഏത് ടീമിൽ നോക്കിയാലും നല്ല സ്ട്രൈക്കേഴ്സ് ഏതെങ്കിലും ടീമിലുണ്ടാവും. ബട്ട് ക്ലോപ്പിന്റെ ലിവർപൂൾ സെറ്റിംഗ്സിൽ നോക്കി കഴിഞ്ഞോ ഫിർമീനോ ആണ് സ്ട്രൈക്കറായി കളിച്ചിരുന്നത്. ഹി വാസ് നോട്ട് ഈവൺ എ സ്ട്രൈക്കർ, ഹി വാസ് ലൈക്ക് എ ഫോൾസ് നയൻ. മനസ്സിലായോ? ആ ഒരു പൊസിഷനിലേക്കാണ് സാല വന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അത് ഞാൻ പറയാൻ കാരണം, കൂടുതൽ സ്ട്രൈക്കേഴ്സ് ആണ് ആ ലിസ്റ്റിൽ ഉള്ളത് എന്ന് ഗുലാം പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സല ഇല്ലെങ്കിൽ വേറെ ആര്? സല അല്ല ഗ്രേറ്റസ്റ്റ് വിങ്ങർ. സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ പ്രീമിയർ ലീഗിന്റെ സലയുടെ അടുത്ത് വരില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് വേറൊരു പേരും കിട്ടിയില്ല. ആൻഡ് ഐ റെസ്റ്റ് മൈ കേസ്. ക്രിസ്ത്യാനോ ബെറ്റർ ദാൻ സല, അത് ഞാൻ പറയും.
Prime Cristiano was better than Prime Salah. But overall ആ stats, അത് Salah was ഒബ്വിയസ്. better. എന്താണ് എന്താണ് Prime Cristiano ആ season, Prime Cristiano was better than Prime Salah. പ്രൈം ആ ഒരു ക്രിസ്ത്യാനോയുടെ സീസൺ 2007-8 എന്തായിരുന്നു season. അവന്റെ സ്റ്റാറ്റ്സ്? ഓക്കെ, നമുക്ക് അവന് കമ്പയർ ചെയ്യാം. 30, ഈ പ്രൈം 30. ക്രിസ്ത്യാനോ ഇൻ ദ സെൻസ് പ്രീമിയർ ലീഗിലുള്ള പ്രൈം ക്രിസ്ത്യാനോ പറയുന്നത് അല്ലെങ്കിൽ ഓവറോൾ ടൈമിലുള്ള പ്രൈം ക്രിസ്ത്യാനോ ആണോ നീ പറയാം? അല്ല, പ്രീമിയർ ലീഗിലെ ഓവറോൾ ആയിരിക്കും. പ്രീമിയർ ലീഗിലെ പ്രീമിയർ ലീഗിൽ അവന് 40 സംതിങ് ഉള്ളത്, 42 44 അങ്ങനെ അല്ലേ ഒരു ഞാൻ സീസൺ. പറഞ്ഞ ഇവന് വാലന്റിയർ ബാലൻഡിയർ അടിച്ച കിട്ടിയ സീസൺ സീസൺ ആയിരുന്നു 2008. 7-8 അവന് 2008 31 സംതിങ് ഗോൾസ് പ്ലസ് അസിസ്റ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല. പ്രീമിയർ ലീഗ് അടിച്ചു, വാലന്റിയർ അടിച്ചു, ക്ലബ് ഫുട്ബോൾ അടിച്ചു, പിന്നെ ഏതൊരു ഡൊമസ്റ്റിക് കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര ട്രോഫികളും ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇൻഡിവിജ്വൽ അവാർഡ്സ് അവിടെ UCL ടോപ്പ് അടിച്ചില്ലേ? സ്കോറേഴ്സ് തന്നെയായിരുന്നു ഇല്ല UCL. അല്ലേ? ആ UCL അടിച്ചല്ലോ. UCL ആ സീസൺ തന്നെ അടിച്ചിരുന്നത്. ഉം. പിന്നെ എനിക്ക് തോന്നുന്ന പുസ്കസ് അവാർഡും ആ ഒരു സീസണിലായിരുന്നു. അത് 8-9 ആണോ 7-8 ആണോ എനിക്ക് ഓർമ്മയില്ല. ആ അതേ കൊല്ലം തന്നെയാ. അത് പക്ഷെ എന്റെ അഭിപ്രായത്തില് റയൻ ഗിഗ്സ് അല്ലേ കുറച്ചും കൂടെ മുന്നില്. റാങ്കിങ്സ് പ്രൈമില് ശരി, നീ പറഞ്ഞ പോലെ പ്രൈം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെയും ഓവറോൾ സമ്മതിക്കാം. ബട്ട് സ്റ്റാറ്റ്സ് ഓവറോൾ എടുക്കുകയാണെങ്കിൽ സല അല്ലെങ്കിൽ പിന്നെ റയൻ ഗിഗ്സ് അല്ലേ. ഓവറോൾ സ്റ്റാറ്റ്സ് നീ പറയുമ്പോ എങ്ങനെയാണ് നോക്കണേ? അവന്റെ അപ്പിയറൻസ്, ഗോൾ ടു അപ്പിയറൻസ് റേഷ്യോ നോക്കുമ്പോ ഓക്കെ, എന്താ പറയാ, ഇൻഡിവിജ്വൽ അവാർഡ്സും ട്രോഫീസും ഒക്കെ നോക്കുകയാണെങ്കിൽ റാങ്കിങ്സിന്റെ അടുത്ത് എത്തുണ്ടാവില്ല ഒരിക്കലും. എല്ലാം കൊണ്ട് തന്നെ ഒരു ടീമിനെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ റാങ്കിങ്സ് ആണ് അത്. ഇൻഫ്ലുവൻസ്, അത്രയും വർഷമായിട്ട് സല ഇൻഫ്ലുവൻഷ്യൽ ആണ് ലിവർപൂളിന് അല്ലേ. സല ഇല്ലെങ്കിൽ, സല ഇത്രയും കൺസിസ്റ്റന്റ് ആയി, വേറെ ഇപ്പൊ ഏത് പ്ലെയർ ആണെങ്കിലും നമ്മൾ കുറെ ഇഞ്ചുറീസ് കാണും ആ ഒരു. പക്ഷെ അങ്ങനെയല്ല, സല ട്രെയിനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫിറ്റ്നസ് ലെവൽസിലും ഒക്കെ ബീസ്റ്റ് ആണ്. മനസ്സിലായോ? ആ ഒരു ലെവലില് കളിക്കണ പ്ലേയേഴ്സ് വളരെ കുറവാണ് ടോപ്പ് ലെവലില് അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പൊ സ്റ്റെർലിങ്ങും അങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സ്, വിങ്ങേഴ്സ്, ഫേമസ് ആയിട്ടുള്ള വിങ്ങേഴ്സിനെ പോലും നമുക്ക് സലയുടെ ലെവലിൽ നിർത്താൻ പറ്റില്ല. അവർ ഇപ്പോഴും താഴെ ആയിരിക്കും. കാരണം ഈ ഒരു കാരണം അല്ലേ. സോ ആ ഒരു ലെവലിൽ എനിക്ക് തോന്നുന്നു റയൻ ഗിഗ്സേ അങ്ങനെ നിന്നിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രീമിയർ ലീഗിൽ വേറെ ആരും കൊടുത്തിട്ടില്ല. റയൻ ഗിഗ്സ് ഇല്ല. അസിസ്റ്റില് ടോപ്പ് അവനാണ്. എനിക്കാണ് 160 അറൗണ്ട് ഗോൾസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഗിഗ്സിന് പ്രീമിയർ ലീഗിൽ മാത്രം. ഗോൾസ് പ്ലസ് അസിസ്റ്റ് എടുത്ത റയൻ ഗിഗ്സിന് 160 ഗോൾസ് ഒന്നുമില്ല പ്രീമിയർ ലീഗ്സിൽ. ഓവറോൾ റയൻ ഗിഗ്സ് അതിന് ലിസ്റ്റിലില്ലല്ലോ, 150 ലിസ്റ്റിലില്ലല്ലോ. ഇല്ല, എന്നാ ചിലപ്പോ ഇല്ല. യുണൈറ്റഡിന് വേണ്ടിയുള്ള മൊത്തത്തിൽ ഗോൾസ് ആയിരിക്കും പ്രീമിയർ ലീഗിൽ. ശരിക്കും തിയറി ഹെൻറിനെ ആണെങ്കിൽ അസിസ്റ്റ് ഉണ്ടാവും, വിങ്ങറായിട്ടും കൂട്ടാം. അതാണ് ഞാൻ പറഞ്ഞത്. വിങ്ങറായിട്ട് റാങ്കിങ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അസിസ്റ്റ് ആരെങ്കിലും പറഞ്ഞോ? എന്റെ ഞാൻ പറയട്ടെ, തിയറി ഓൺട്രി എങ്ങനെ വിങ്ങർ ആവാ? തിയറി ഓൺട്രി വിങ്ങർ ആയിട്ട് ഡൈനാമിക് വിങ്ങർ. മൊണാക്കോ, യുവന്റസ് ഈ രണ്ടിലുമാണ് തിയറി ഓൺട്രി വിങ്ങർ ആയിട്ട് കളിച്ചിട്ടുള്ളൂ. ആർസണല് ആർസൺ വെഞ്ചർ വേണം വെച്ച് അവനെ സ്ട്രൈക്കർ ആക്കിയതാ. ഡെന്നിസ് ബെർക്കാം റൈറ്റ് സ്ട്രൈക്കർ, ലെഫ്റ്റ് സ്ട്രൈക്കർ തിയറി ഓൺട്രി, അങ്ങനെ 2 സ്ട്രൈക്കർ വെച്ചിട്ടാണ് അവർ കളിച്ചിരുന്നത്. ഇൻവിൻസിബിൾ ടീമോ ഏത് എടുത്താലും നീ കണ്ടറിയാൻ പറ്റും. തിയറി ഓൺട്രി ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള സ്ട്രൈക്കർ ആയിട്ടാ. പ്രീമിയർ ലീഗിൽ അവൻ സ്ട്രൈക്കർ ആയിട്ട് കളിച്ചിട്ടുള്ളൂ എന്റെ ഓർമ്മയിൽ. ഇടയ്ക്ക് സെക്കൻഡ് സ്ട്രൈക്കർ ആവും, ബട്ട് അത് വളരെ റെയറാ. വിങ്ങറായി കളിച്ച ആകെ യുവന്റസും മൊണാക്കോല. എന്താന്ന് വെച്ചാ തിയറി ഓൺട്രിയുടെ ഒരു കാര്യമുണ്ട്, അവൻ ഇറങ്ങിയ കളിക്കുക, മറ്റേ സ്ട്രൈക്കേഴ്സ് പോലെയല്ല. അതുകൊണ്ട് നിനക്ക് തോന്നുന്നു ചിലപ്പോ ഹൈലൈറ്റ്സ് കാണുമ്പോ
കുറച്ചും കൂടെ വന്നിട്ട് ലൈക്ക് വിങ്ങിലേക്ക് ഇറങ്ങി വന്ന് പിന്നെ ബോൾ എടുത്തിട്ട് ആ ക്യാരി വിങ്ങിലൂടെ ചെയ്ത് നന്നായി ഡ്രിബിൾ ചെയ്യും. വാങ്ങിലൂടെ അതാണ് വിങ്ങിലൂടെ ഓടാറുള്ള അവൻ. അതുകൊണ്ട് പ്യുവർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റില്ല. മേ ബി. ബട്ട് ഇപ്പോഴത്തെ എന്തായാലും ഞാൻ പറയാം, ഇപ്പോഴത്തെ എനിക്ക് സാല best- തന്നെയാണ് കേട്ടോ, അതിലൊരു നോ ചേഞ്ച്. അത് റാങ്കിങ്സ് ആണെങ്കിലും ഒരാളാണ് വന്നിട്ട് കാര്യമില്ല. സാല ഇസ് ഫോർ മീ ദ ബെസ്റ്റ് വിങ്ങർ ദാറ്റ് പ്രീമിയർ ലീഗ് ഹാസ് എവർ സീൻ. അതിനോട് എനിക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഐ ഓൾസോ അഗ്രി. ടിൻഡു മാത്രമൊന്നും അവൻ പറഞ്ഞില്ല. മേ ബി ചിലപ്പോ 2 സീസണോട് കഴിഞ്ഞാൽ 1-2 സീസൺ കഴിഞ്ഞാൽ പോയിരിക്കും. ബട്ട് ഇവിടെ ഉള്ളിടത്തോളം കാലം കൺസിസ്റ്റന്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് keep ഏറ്റവും ചെയ്യാൻ കോമഡി പറ്റും. ആയി തോന്നുന്ന കാര്യം എന്താ അറിയോ? ഇതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇത് ഫസ്റ്റ് സീസൺ റോമേന്ന് വന്നിട്ട് അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തപ്പോഴും അവര് പറഞ്ഞ് ഒരു സീസൺ കഴിഞ്ഞാൽ പോകുന്നു, അടുത്ത സീസണിൽ ഒഴിവാകുന്നത്. അടുത്ത സീസണിൽ ചെറിയ ഡിപ്പ് ഉണ്ടെങ്കിലും പിന്നെ ലിവർപൂളിനെ ഷോൾഡറിൽ എടുത്തിട്ട് പോയ ഒരു പ്ലേയേഴ്സിൽ മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തുന്ന എപ്പോഴും സാലയായിരിക്കും. പക്ഷേ ഇത് എല്ലാ സീസണും പറയണത് ചിലപ്പോൾ ഡിപ്പാവും, ചിലപ്പോൾ ഡിപ്പാവും, ചിലപ്പോൾ ഡിപ്പാവും. പക്ഷേ ഞാൻ ഡിപ്പാവില്ല എന്നല്ല പറയണത്, പക്ഷെ ഇത് കേട്ട് മറന്ന ഒരു പഴഞ്ചൊല്ലാണെന്നാണ് പറയണത്. ബട്ട് എവറി ടൈം ഷാല പ്രൂവ് ദം റോങ്. അല്ല, എനിക്ക് എന്താ അറിയോ, ഞാൻ പ്രീമിയർ ലീഗിൽ അടുത്ത് ഈ ഒരു ഡെക്കേഡിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആൻഡ് ഏറ്റവും ലൈക്ക് പ്രീമിയർ ലീഗിന്റെ കിങ്സ് എന്ന് പറയുന്ന എനിക്ക് 3 പേരെ എനിക്ക് തോന്നാറുള്ളൂ. അത് മേ ബി 4 പേര്, പക്ഷെ 3 പേര് എന്തായാലും ഞാൻ പറയാം. ഹാരി കെയ്ൻ, ഇവൻ സല ആൻഡ് ഓൾസോ കെവിൻ ഡെബ്രോയിനെ. അതിൽ 2 പേരും ചെൽസിന്ന് റിജക്റ്റ് ആയി പോയവരാണ്. ചെൽസി എറിഞ്ഞ് ഫാൻസ് ഉൾപ്പെടെ ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ പ്ലേയേഴ്സാണ്. അതാലോചിക്കുമ്പോഴാ ലൈക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ, ഇത്രയും ക്വാളിറ്റി ഉള്ളവർക്കൊക്കെ എങ്ങനെ അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എടാ അതിൽ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അത് നമുക്ക് ഇങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു സൈക്കിളാണ്. ഇപ്പോൾ 30+ വയസ്സിലാണ് ജെയ്മി വാർഡി ഈ കളി കളിച്ചത് ലെസ്റ്ററിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ചില പ്ലെയേഴ്സ് അങ്ങനെയാണ്. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ അവർക്ക് വേറെ ക്ലബിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതേ ഇതിൽ ചെൽസിയിൽ തന്നെ ഡെബ്രോയിനിൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് കാണുന്ന ഡെബ്രോയിനെ കിട്ടിയില്ല. മനസ്സിലായോ? അത് ഒരു നിമിത്തമാണ് അതിന്റെയൊക്കെ. ചെൽസി എങ്ങനെ ഇതാക്കണ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ സമയത്ത് ചെൽസിക്ക് അവനെ വേണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഡിസിഷൻ വൂൾസ്ബർഗിൽ പോയിട്ട് കളിക്കാനുള്ള വൂൾസ്ബർഗ് അല്ലല്ലോ, വൂൾസ്ബർഗിൽ പോയി കളിക്കാനുള്ള ഡിസിഷൻ കാരണം അവന്റെ കരിയർ ഇപ്പൊ എങ്ങനെ മാറി നോക്ക്. ഞാൻ പറഞ്ഞത് ചില സമയത്ത് നമ്മൾ ഭയങ്കര ലോ ആണെന്ന് വിചാരിക്കും ഒരു പോയിന്റിൽ കരിയറിൽ. ബട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു പിക്സലേ കാണുന്നുണ്ടാവുള്ളൂ ആ കരിയറിന്റെ. അതാണ് ചെൽസി കണ്ടത്. ഡിബ്രോയിനയുടെ ഒരു പിക്സൽ മാത്രമാണ്. ബട്ട് ഡിബ്രോയിനയുടെ ലൈഫിന്റെ പിക്ചർ കാണാൻ പറ്റിയത് ഫുട്ബോൾ ഫാൻസിനാണ്. മണവാളം പറഞ്ഞു കേട്ടോ, ഹസാർഡും എടുക്കാൻ പറ്റും. ബട്ട് ഹസാർഡിന്റെ ഡൗൺഫോളിന്റെ ഒറ്റ കാരണം ഹസാർഡ് മാത്രമാണ്. അത്രയും ലേസി ആയതുകൊണ്ട് മാത്രമാണ് അവന് ഇത് വന്നത്. അവൻ ചെൽസിയിലുള്ള സമയത്ത് പോലും ട്രെയിനിങ്ങിൽ പോവാറില്ല. പ്യൂർലി ടാലന്റിനെ റിലേ ചെയ്താണ്. അവന്റെ പ്രൈം ടൈം അത്രയും ഇതായിരുന്നു. പ്രൈം പീക്കായിരുന്നു, ഒരു രക്ഷയില്ല. ലൈക്ക് മെസ്സിനെ പോലെ, മെസ്സിയുടെ ആ ഒരു ലെവലിൽ മേ ബി അതിനേക്കാളും. കാരണം അന്ന് പ്രീമിയർ ലീഗ് ഡിഫൻസസ് നല്ല സ്ട്രോങ് ആയിരുന്നു. ലാലിഗ പോലെയും കൂടി അല്ല. ലൈക്ക് പ്രൈം ലാലിഗ ഡിഫൻസ് അടിപൊളിയായിരുന്നു. ബട്ട് പ്രൈം പ്രീമിയർ ലീഗ് ഡിഫൻസിന്റെ ടൈമിലാണ് ഹസാർഡ് അങ്ങനെ കളിച്ചിരുന്നത്. അത് സമ്മതിക്കണം. എനിക്കൊരു കാര്യം എന്താണെന്നറിയോ തോന്നുന്നത്, സാലയുടെ കാര്യം പറയാം. സാലയുടെ പ്രൈമേ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സാല ഇവിടെയായിരുന്നു സാലയുടെ പ്രൈം എന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് ആ പ്ലെയറിന്റെ ക്വാളിറ്റി. അത് ടോണി ക്രൂസ് ഒക്കെ അങ്ങനത്തെ ഒരു പ്ലെയറാ. ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിക്കണോണ്ട് നമുക്ക്. ടോണി ക്രോസ് ഒക്കെ മോനെ ഇപ്പോഴും കളിക്കുന്നു, അന്നും ഇതേപോലെ കളിച്ചിരുന്നു, ഇപ്പോഴും അതേപോലത്തെ പാസ് ആടുന്നു. ആകെ സ്നൈപ്പർ വിടുന്ന സാധനം ഷൂട്ടിങ് മാത്രം കുറഞ്ഞു എന്നേ. പണ്ട് ടോണി ക്രോസിന്റെ ഫ്രീ കിക്ക് ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. പറക്കും, കറക്റ്റായിട്ട് ടോപ്പ് കോർണറിൽ ചെല്ലും. അപ്പോ
നമ്മൾ ഓൾമോസ്റ്റ് അത്രയൊക്കെ 1 hour തന്നെയാണ്. കഴിഞ്ഞു ഗൈസ്. ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബാർസിലോണ അത് പിന്നെ പറയാം. അതൊരു ദുരന്തം, അതിപ്പോൾ പറയാനൊന്നുമില്ല. അല്ലേടാ ടിൻഡു? അവനെ കുറിച്ചൊന്നും ചോദിക്കല്ലേ. അപ്പോൾ അവിടെ ഓക്കെ, എന്താ നടക്കുന്നത് പോലും എനിക്കറിയില്ല. ജിറോണയായി പൊട്ടി. ഇവനൊക്കെ ബാഴ്സപ്പാണ്. ഇവനിപ്പോ പിങ്കേഷാണ്, പറഞ്ഞു പിങ്കേഷ്. വരട്ടെ. ഇപ്പൊ ടേബിൾ ടോപ്പേഴ്സ് ഒക്കെ ചെറിയ ചെറിയ ടീമുകളാണല്ലോ ലീഗില്. ജിറോണയുടെ കാര്യം ലെവർകൂസൻ, പറഞ്ഞല്ലേ, ലിവർപൂൾ. നിങ്ങക്ക് അറിയാത്ത ചില ലൈക്ക് ഒരു 75% ഫുട്ബോൾ ഫാൻസ് അറിയാത്ത ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. മുംബൈ സിറ്റി FC, ലാലിഗ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ജിറോണ FC, മുംബൈ സിറ്റി FC ISL മുംബൈ സിറ്റി FC ഇട്ടാ, പിന്നെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ജിറോണ FC, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി. ഇത് മൂന്നും ഓൺ ചെയ്യുന്നത് ഒരേ ഫുട്ബോൾ മാനേജ്മെന്റ് ആണ്, സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ്. അത് രമണം പറയുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു, സത്യമാണ്. Wow. So elegant, so അടിപൊളി. ഞാൻ അതിലെ അത് ഏറ്റവും പറഞ്ഞപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ഇനി ആയിട്ടുള്ള അറിഞ്ഞത്. ഫാക്ട്, ഇന്ത്യയിലെ ഒരു ക്ലബും അവർ ഓൺ ചെയ്യുന്നുണ്ടെന്നാണ്. ഇന്ത്യയിലെ ഒരു ക്ലബ്ബ്. അതാണ് സൗദിയുടെ നല്ല ഇൻഫ്ലുവൻസ് കാര്യം. മോനെ. അതല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൗദിയുടെ ഇൻഫ്ലുവൻസിനെ കാട്ടിയും സൗദി ഇന്ത്യയിലെ ഒരു ക്ലബിനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ആർ സീയിങ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. അതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണത്. obviously അതും Arsenal Wenger ഒക്കെ ജിറോണ ഇന്ത്യയിലേക്ക് വന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു ഇപ്പത്തെ ജിറോണ എങ്ങനെ ഇരിക്കുന്നു, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി അവിടുന്ന് എവിടേക്ക് വന്നു എന്ന് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഡെവലപ്സ് ഇൻടു. എന്തായാലും ഞാൻ ഔട്ട്രോ പറയാം അല്ലേ ഗുലാനെ? അടിപൊളി. പറഞ്ഞോ. Okay, guys, that's it for this episode. Thank you so much for tuning into the Calipos Talks, and we will see you soon in the next episode. Bye. സുലാൽ. ഇനി ഇതെങ്ങനെ ക്ലോസ് ചെയ്യാൻ ടിൻഡു ഡബിൾ. എടാ ഇത്